السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أعوذ بالله من همزات الشياطين وأعوذ بالله أن يحضرون. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك. فلك الحمد ولك الشكر حتى ترضى. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. له ما في السماوات وما في الأرض وهو العلي العظيم. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, സഹോദര സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ ഇസ്മുകളിലെ അൽ അദീം സുബ്ഹാന, ഏറ്റവും മഹോന്നതനായ അള്ളാഹു എന്ന അള്ളാഹുവിൻ്റെ അളമത്ത്, അള്ളാഹുവിൻ്റെ മഹത്വവും അള്ളാഹുവിൻ്റെ ഗാംഭീര്യതയും അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി തരുന്ന ഒരു ഇസ്മാണ് അൽ അദീം സുബ്ഹാന. അള്ളാഹു അദീമാണ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ദാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത്, റബ്ബ് ആരാണോ ആ റബ്ബ് അദീമാണ്. ചെറുതല്ല അള്ളാഹു, ചെറിയവനല്ല, അള്ളാഹു മഹോന്നതനാണ്. അള്ളാഹുവിൻ്റെ സിഫാത്തുകളും അങ്ങനെയാണ്, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളും മഹോന്നതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുകയാണ് ചെയ്തത് ആദ്യത്തെ 13 കൊല്ലം, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, നിസ്കാരം നിർബന്ധമാകുന്നത് ഹിജറയുടെ 1-ാം വർഷമാണ്. മദീനയിലേക്ക് ഹിജറ പോയി 1-ാമത്തെ വർഷമാണ് നിസ്കാരം നിർബന്ധമാകുന്നത്. ആ 13 കൊല്ലം അള്ളാഹു ആരാണ് എന്ന് പഠിപ്പിക്കുകയാണ് നബി തങ്ങൾ ചെയ്തത് സല്ലല്ലാഹു അലൈഹി വസല്ലം. 2-ാം വർഷമാണ് നോമ്പ് നിർബന്ധമാകുന്നത്. അത് കഴിഞ്ഞിട്ടാണ് സക്കാത്ത് നിർബന്ധമാകുന്നത്. 22-ാം കൊല്ലത്തിൻ്റെ ആ 23-ാം കൊല്ലത്തിലാണ് സത്യത്തിൽ ഹജ്ജ് നടക്കുന്നത് തങ്ങളുടെ ദഅവത്തിൻ്റെ. അതായത് 22 കൊല്ലം, 23 കൊല്ലാണ് മൊത്തത്തിൽ ദഅവത്തിൻ്റെ, തങ്ങളുടെ ദഅവത്തിൻ്റെ കാലഘട്ടം. 22 വർഷം എടുത്തു ഹജ്ജ് പരിചയപ്പെടാൻ. നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും. ആദ്യത്തെ റുക്കനാണ് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ ഷഹാദത്തിലാണ് 14 വർഷക്കാലം സ്വഹാബിമാർ നിബിധങ്ങൾ നിർത്തിയത്. തങ്ങൾക്കവരെ ഈ ഒരു 13 കൊല്ലത്തിനിടക്ക് രഹസ്യമായി നിസ്കരിക്കാൻ പറയാം ആയിരുന്നു, അല്ലേ? അവർക്ക് നോമ്പെടുക്കാൻ പറ്റും രഹസ്യമായിട്ട്, മക്കയിൽ പറ്റില്ലായിരുന്നോ? കള്ളു കുടിക്കരുതെന്ന് പറയാൻ പറ്റൂലായിരുന്നോ? പറ്റുമായിരുന്നു. വ്യഭിചരിക്കരുതെന്ന് പറഞ്ഞുകൂടായിരുന്നോ? ചെയ്യിക്കാമായിരുന്നു. പൈസക്കാര് സക്കാത്ത് കൊടുത്തേക്കണം എന്ന് തങ്ങൾക്ക് പറയാം 13 കൊല്ലം. പക്ഷേ അള്ളാഹു ഈ നിയമങ്ങളൊന്നും റബ്ബ് തആല നിർബന്ധമാക്കിയില്ല മക്ക കാലഘട്ടം കഴിയുന്നതുവരെ. മക്കയിലിറങ്ങിയ സൂറത്തുകൾക്കാണ് മക്കിയ സൂറത്തുകൾ എന്ന് പറയാം. മക്കയിൽ അവതരിച്ച ഖുർആൻ 87 സൂറകൾ മക്കയിൽ അവതരിച്ച സൂറകളാണ്. 27 സൂറകളാണ് മദീനയിൽ അവതരിച്ചത്. 27, 87, 114. പക്ഷെ മക്കയിലിറങ്ങിയ സൂറത്തുകൾ ബഹുഭൂരിഭാഗവും ആയത്തുകളുടെ എണ്ണം കുറവോ അല്ലെങ്കിൽ ആയത്തുകൾ ചെറിയ ആയത്തുകളോ ആണ്. മദീനയിൽ ഇതൊക്കെ വലിയ വലിയ സൂറത്തുകളാണ്. സൂറത്തുൽ ബഖറയും ആൽ ഇമ്രാനും സൂറത്തുൽ നിസാഉം മാഇദയും അൻഫാലും തൗബയും ഇതൊക്കെ മദീന സൂറകളാണ്. മദീന സൂറകൾ വലിപ്പത്തിൽ കൂടുതലാണ്, എണ്ണത്തിൽ കുറവാണ്. 27 സൂറയുള്ളൂ. മക്കയിൽ അവതരിച്ച ഖുർആനിൻ്റെ ആയത്തുകൾ നമ്മൾ എടുത്തു നോക്കിയാൽ 75% നിങ്ങൾ പർവ്വതത്തിലേക്ക് നോക്കുന്നില്ലേ? നിങ്ങൾ ഭൂമി കാണുന്നില്ലേ? ക്ലൗഡ് കാണുന്നില്ലേ? മേഘം, മഴ കാണുന്നില്ലേ?
കാറ്റടിച്ചു വീശുന്നത് കാണുന്നില്ലേ? സൂര്യോദയവും സൂര്യാസ്തമയവും രാവും പകലും നിങ്ങൾ അറിയുന്നില്ലേ? സമുദ്രങ്ങളിൽ കിടക്കുന്ന അന്ധകാരത്തെ നിങ്ങൾ അറിയുന്നില്ലേ? സമുദ്രങ്ങൾക്കുള്ളിലെ ജീവജാലങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? പർവ്വതങ്ങളെ എങ്ങനെയാണ് അള്ളാഹു സ്ഥാപിച്ചത് എന്ന് കാണുന്നില്ലയോ? ആകാശലോകത്തേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? നക്ഷത്രങ്ങളെ എങ്ങനെയാണ് അള്ളാഹു അവിടെ സംവിധാനിച്ചത്? ഇങ്ങനെ 75% വരെ മക്ക സൂറകളുടെ ചർച്ച സൃഷ്ടികളിലൂടെ സൃഷ്ടാവിലേക്ക് എത്തലാണ്. അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയതിന് ശേഷമാണ് ഇബാദത്തിലേക്ക് കടന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിനെ മനസ്സിലാക്കിയിട്ട് ഇബാദത്ത് ചെയ്താലേ ആ ഇബാദത്ത് അർത്ഥപൂർണമാവുള്ളൂ. ആരാണ് നമ്മളോട് നിസ്കരിക്കാൻ പറഞ്ഞത്? ആ റബ്ബ് ആരാണ്? അള്ളാഹുവിൻ്റെ അളമത്ത് മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ മഹത്വം അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് നീണ്ട 14-15 വർഷം നിബിധങ്ങൾ ചെയ്തത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ആരാണ്? അള്ളാഹുവിൻ്റെ ഇസ്മുൽ ആദം, അള്ളാഹു അദീമാണ്. അദീം എന്ന് പറഞ്ഞാൽ മഹത്വമുള്ളവനായ അള്ളാഹു, മഹോന്നതനായ അള്ളാഹു ജല്ല ജലാലു. അള്ളാഹു നമ്മുടെ റബ്ബാണ്, നമുക്കറിയാം. പടച്ചതമ്പുരാൻ ഉണ്ട് എന്ന് അറിഞ്ഞു, പക്ഷേ അള്ളാഹുവിൻ്റെ മഹത്വം മനസ്സിലാക്കാതെ നമ്മൾ ജീവിച്ചു. വല്ല കാര്യമുണ്ടോ? ഏതുപോലെ ഒരു കുട്ടിക്ക് പഠിക്കാൻ തീരെ ഇഷ്ടമല്ല എന്ന് വിചാരിക്കുക. അവൻ സ്കൂളിൽ പോകുന്നല്ലേ, മദ്രസയിൽ പോകുന്നു, അവന് പോകാൻ ഇഷ്ടമല്ല. മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദ് ഏറ്റവും നല്ല ക്വാളിഫൈഡ് ഉസ്താദാണ്. അദ്ദേഹം നല്ല അറിവുള്ള ആളാണ്, നല്ല ലോകപരിചയമുള്ള ആളാണ്, കുട്ടികളെ പഠിപ്പിക്കാൻ അറിയുന്ന ആളാണ്. പക്ഷേ ഈ കുട്ടിക്ക് പഠിക്കാൻ താല്പര്യമില്ല. കുട്ടി എന്ത് ചെയ്യും? അവിടെ ഇങ്ങനെ ഇരുന്ന് അന്തം വിട്ടിരിക്കും. അല്ലെങ്കിൽ സ്കൂൾ പഠിക്കാൻ താല്പര്യമില്ല. സ്കൂൾ അധ്യാപകൻ നല്ല കഴിവുള്ള ആളാണ്, പക്ഷേ എങ്ങനെയൊക്കെ പഠിപ്പിച്ചാലും ഈ കുട്ടി എനിക്ക് വേണ്ട എന്നൊരു ധാരണയിൽ അവിടെ ഇരിക്കുന്നത്. ഞാൻ എന്തിനു പഠിക്കുന്നു? പഠിച്ചിട്ട് എന്താവാനാണ്? അധ്യാപകൻ അവിടെ ഉണ്ട് എന്ന് കുട്ടി വിശ്വസിച്ചോ? ഉണ്ട്. അധ്യാപകൻ്റെ മഹത്വം ആ കുട്ടിക്ക് മനസ്സിലായോ? ഇല്ല. അങ്ങനെ മനസ്സിലായിരുന്നെങ്കിൽ അവിടെ ഇരുന്ന് പഠിക്കൂലേ? അധ്യാപകൻ്റെ മഹത്വം മനസ്സിലാക്കാത്തത് കൊണ്ട് ആ കുട്ടി പഠിക്കാൻ തുനിഞ്ഞില്ല. എന്നതുപോലെ അള്ളാഹുവിൽ മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നവരാണെന്ന് പറയുമ്പോൾ അള്ളാഹു അവിടെ ഉണ്ട്, ശരിയാണ്. പക്ഷെ അള്ളാഹുവിൻ്റെ അഫ്ആലുകൾ മുഅ്മിനീങ്ങൾ അള്ളാഹുവിൻ്റെ ഇടപെടലായി മനസ്സിലാക്കാത്തിടത്തോളം കാലം അള്ളാഹുവിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ സിഫത്തുകൾ, അസ്മാഉൽ ഹുസ്നകൾ, ഇതിൻ്റെയൊക്കെ ആശയങ്ങളൊക്കെ പഠിക്കുന്നതിന് മുമ്പ്, അള്ളാഹു ആരാണ് എന്നറിയുന്നതിൻ്റെ മുമ്പ് അള്ളാഹുവിൻ്റെ അഫ്ആലുകൾ അള്ളാഹുവിൻ്റെ ഇടപെടലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. എന്നോടൊരാൾ സംസാരിക്കുന്നത്, നിങ്ങളോടൊരാൾ സംസാരിക്കുന്നത്, ഒരാൾ നിങ്ങളോട് പെരുമാറുന്നത്, നിങ്ങളുടെ ചുറ്റുപാടിൽ നടക്കുന്ന വിഷയങ്ങൾ, ഇത് അള്ളാഹു ചെയ്യിപ്പിക്കുകയാണ് മനുഷ്യരിലൂടെ. ഇതിൻ്റെ ഉടമസ്ഥനാരാണ്? ഈ കർമ്മങ്ങളുടെ ഉടമസ്ഥനാരാണ്? അള്ളാഹു ജല്ല ജലാലുവാണ്. നിങ്ങളൊരാൾ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു, ആ സ്നേഹം നടപ്പാക്കി തരുന്നത് അള്ളാഹുവാണ്. നിങ്ങളോടൊരാൾക്ക് വെറുപ്പാണ്, ഇഷ്ടമില്ല, ചീത്ത പറയാൻ, ആ മനുഷ്യനത് ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ ഇടപെടലാണ്. പക്ഷെ ആ മനുഷ്യൻ്റെ നാക്കിലൂടെ നടക്കുന്നു. ഇത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയാത്തിടത്തോളം കാലം അള്ളാഹുവിൻ്റെ അസ്മാവും സിഫാത്തും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ആക്സിഡന്റ് നടന്നു, ഒരാൾ മരിച്ചു, മരിപ്പിച്ചത് ആരാണ്? അള്ളാഹു ജല്ല ജലാലുവാണ്. ബിൽഡിങ്ങിൻ്റെ 10ാം നിലയിൽ നിന്ന് താഴേക്ക് ഒരാളെ ഉന്തി മറിച്ചിട്ടു, ആൾ താഴെ വീണു, മരിച്ചു, മരിപ്പിച്ചത് ആരാണ്? അള്ളാഹു ജല്ല ജലാലുവാണ്. പക്ഷേ നിങ്ങളുടെ നിയ്യത്തുകൾക്ക് ചോദ്യമുണ്ട്. നിങ്ങൾ അയാളെ കൊല്ലാൻ വേണ്ടിയാണോ തള്ളിയത്? നിങ്ങൾ കൊലപാതകയാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ. പക്ഷെ ആ ഫിഅല് അള്ളാഹുവിൻ്റെ ഇടപെടലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം എന്നർത്ഥം. നിങ്ങളോട് നിങ്ങളുടെ മാനേജർ, നിങ്ങളുടെ ലൈൻ മാനേജർ, നിങ്ങളുടെ സൂപ്പർവൈസർ, നിങ്ങളുടെ മുതലാളി, നിങ്ങൾക്ക് ജോലി തന്ന ആൾ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ വീട്ടുകാർ, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ മാതാപിതാക്കൾ എങ്ങനെയൊക്കെ നിങ്ങളോട് പെരുമാറുന്നുണ്ടോ, ഈ പെരുമാറ്റവും അവരുടെ സംസാരവും അവരുടെ ആംഗ്യഭാഷയും നിങ്ങളോട് കാണിക്കുന്ന സ്നേഹമാണെങ്കിൽ സ്നേഹം, വെറുപ്പാണെങ്കിൽ വെറുപ്പ്, രണ്ടിൻ്റെ ഇടയിലാണെങ്കിൽ അങ്ങനെ, ഇത് നടക്കുന്നത് എൻ്റെ റബ്ബ് ഇടപെടുകയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയണം. അപ്പോഴാണ് നമ്മൾ അള്ളാഹുവിനെ മനസ്സിലാക്കുന്നത്. അതൊക്കെ വേറെന്തോ വഴിക്ക് നടക്കുക, അള്ളാഹു അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെയല്ല. വല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ, നിങ്ങളുടെ കർമ്മങ്ങളും സൃഷ്ടിക്കുന്നത് ആരാണ്? അള്ളാഹു ജല്ല ജലാലുഹു. പക്ഷെ നിങ്ങളുടെ നിയ്യത്തിനാണ് അള്ളാഹു കൂലി തരാം. നിങ്ങളുടെ നിയ്യത്തെന്തോ അതിനാണ് കൂലി. മനുഷ്യന്മാർ ചെയ്തു വെക്കുന്നത്, നിങ്ങൾക്ക് രോഗം വരുന്നത് അള്ളാഹുവാണത്, അള്ളാഹുവാണ്, റബ്ബുൽ ഇസ്സത്താണ് അത് ചെയ്യുന്നത്. നിങ്ങൾക്ക് രോഗം മാറ്റിത്തരുന്നത് ആരാണ്? അള്ളാഹുവാണ്. അള്ളാഹുവിൽ വിശ്വസിക്കുന്ന മുഅ്മിനായ മനുഷ്യൻ ഫമൻ ആമന ബില്ലാഹ്,
അള്ളാഹുവിൽ വിശ്വസിച്ചാൽ കഫറ ബിത്വാഗൂത്ത്, അള്ളാഹു അല്ലാത്ത സർവ്വശക്തികളെയും അവരെ അവിശ്വസിക്കുന്ന അവസ്ഥ വരും. അങ്ങനെ വരണം എന്നാണ്. എന്താ ഇതിൻ്റെ അർത്ഥം? നിങ്ങൾക്കൊരു രോഗം വന്നാൽ ആ രോഗം മാറ്റിത്തരുന്നത് അള്ളാഹുവാണ് എന്നൊക്കെ നമുക്ക് മനസ്സിൽ ധാരണ ഉണ്ട് പണ്ട്, അല്ലെങ്കിൽ മുമ്പ് എപ്പോഴോ, അല്ലെങ്കിൽ നമ്മളങ്ങനെ എപ്പോഴോ ചിന്തിക്കാറുണ്ട്. രോഗം വരുന്ന സമയത്ത് നമ്മുടെ മുഴുവൻ ഫോക്കസ് ഈ ഡോക്ടർ തരുന്ന മരുന്നിലാണ് എൻ്റെ രോഗം, ഈ ഡോക്ടറാണത് സുഖപ്പെടുത്തി തരിക, ഈ മരുന്നാണ് സുഖപ്പെടുത്തി, ഈ മരുന്നിൻ്റെ ബ്രാൻഡാണ് സുഖപ്പെടുത്തി തരിക, ഈ മരുന്നിൻ്റെ വിലയാണ് സുഖപ്പെടുത്തി തരിക എന്ന് വിശ്വസിക്കുന്നതോടുകൂടെ നമ്മുടെ ഈമാനിൽ വിള്ളൽ വീണിരിക്കുകയാണ്. മാറ്റിത്തരുന്നത് അള്ളാഹുവാണ്. ഡോക്ടർ അതിൻ്റെ കാരണക്കാരനാണ്, മരുന്നതിൻ്റെ കാരണമാണ്. മരുന്നെന്ന കാരണം ഉണ്ടെങ്കിലും രോഗം മാറാം, ഇല്ലെങ്കിലും രോഗം മാറാം. ഇത് മാറ്റുന്നതും തരുന്നതും എൻ്റെ റബ്ബായ അള്ളാഹുവാൻ. വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ, സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. എനിക്ക് രോഗം വരുമ്പോൾ അള്ളാഹുവാണ് ശിഫ തരുന്നത്. അത് വിശ്വസിക്കുമ്പോഴേ നമ്മൾ അള്ളാഹുവിൽ വിശ്വാസമുള്ളവരാകുന്നു. അസ്മാഉൽ ഹുസ്ന നമ്മൾ അങ്ങനെ ചൊല്ലിയെന്ന് വിചാരിക്കുക, നമ്മുടെ മനസ്സിലൊരിക്കലും അള്ളാഹുവിൻ്റെ മഹത്വം മനസ്സിലാക്കുന്നേ ഇല്ല, അതിൻ്റെ ഫലം കിട്ടൂല. ഇസ്മുല്ലാഹിൽ അഅ്ലം, അള്ളാഹുവിൻ്റെ ഇസ്മുൽ അഅ്ലം ഏതാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടത്. ഇസ്മുൽ അഅ്ലം അറിയലല്ല വിഷയം, അതറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇസ്മുൽ അഅ്ലം കൊണ്ട് നിങ്ങൾക്ക് ഇജാബത്ത് ലഭിക്കണമെങ്കിൽ, നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം അല്ലദി ഇദാ സുഇല ബിഹി അഅ്താ, അള്ളാഹുവിനോട് ആ ഇസ്മ വെച്ച് ചോദിച്ചാൽ അള്ളാഹു കൊടുത്തിരിക്കും എന്ന് പറയുന്ന ഇസ്മ നിങ്ങൾ ചോദിച്ചാൽ ഉത്തരം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഖൽബിൽ ഈമാൻ, അള്ളാഹുവാണ് എന്നെ രക്ഷപ്പെടുത്തുന്നത്. നമ്മുടെ കടം, നമ്മുടെ പ്രയാസങ്ങൾ, എൻ്റെ റബ്ബൊരു സമയം കണ്ടു കാണും, എൻ്റെ റബ്ബൊരു സമയം നിശ്ചയിച്ചു കാണും. ആ സമയത്ത് എൻ്റെ റബ്ബ് തന്നെയാണ് എനിക്കത് വീട്ടിത്തരുന്നത്. എന്നാൽ ഒരു മനുഷ്യൻ കണ്ട അയാൾ, ആ മനുഷ്യനാണ് എൻ്റെ കടം വീട്ടിത്തരാം. നമ്മുടെ ഈമാനിൽ പ്രശ്നമാണ്. ഖാലിസായ ഈമാൻ എന്നത് വലിയ പ്രയാസമുള്ള കാര്യം. അതുകൊണ്ടാണ് അല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്, ഈമാനുള്ള അവസ്ഥയിൽ നമുക്ക് സ്വാലിഹാറ്റായ കർമ്മങ്ങൾ ചെയ്യാം, അപ്പോഴേ അല്ലാഹു തആല സ്വീകരിക്കുകയുള്ളൂ. ഈമാൻ ശക്തമാണ്, അമൽ കുറവാണ്, രക്ഷപ്പെടും. ഈമാൻ വളരെ കുറവാണ്, അമൽ ഒരുപാടുണ്ട്, പ്രയാസമാണ്. അപ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ച് വിശ്വസിക്കുമ്പോൾ മറ്റു വിഷയങ്ങൾ അവിശ്വസിക്കണം, അപ്പോഴല്ലേ അള്ളാഹുവിൻ്റെ വിശ്വാസം ശരിയാവുള്ളൂ. എന്ന് പറഞ്ഞാൽ പൈസയാണ് എല്ലാം എന്ന് വിചാരിക്കാം, അത് പൈസയിലുള്ള ഈമാനാണ്. എനിക്ക് പൈസ ഉണ്ടെങ്കിൽ രക്ഷപ്പെടാൻ പറ്റും എന്ന് ചിന്തിക്കുന്നത് മൗഢ്യമാണ്. എനിക്ക് എൻ്റെ കൂടെ അള്ളാഹു ഉണ്ടെങ്കിൽ എനിക്ക് രക്ഷപ്പെടാൻ പറ്റും. എന്തൊക്കെ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, എല്ലാം നിങ്ങളുടെ ജോലി, നിങ്ങളുടെ കമ്പനി ഇപ്പോൾ തുടങ്ങിയ വിജയിച്ചത് വരും, പൊളിഞ്ഞെന്ന് വരും, തകർന്നു വരും, കടക്കണിയിലേക്ക് നമ്മൾ പോയിന്ന് വരും. ഇതൊക്കെ അള്ളാഹു ചില ലിഹിക്മത്തിൻ യഅലമുഹാ, അള്ളാഹു അറിയുന്ന റബ്ബിൻ്റെ ഒരു ഹിക്മത്തിന് അള്ളാഹു ചെയ്തുകൊണ്ടിരിക്കുന്ന അമലുകളാണ്. അള്ളാഹുവിൻ്റെ ഫിഅലുകൾ, റബ്ബിൻ്റെ അമാലുകളെ സംബന്ധിച്ച് നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് അള്ളാഹുവിൽ നമ്മുടെ വിശ്വാസം ശരിയാവുള്ളൂ. ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അദീം, ഫറോവയെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഭാഗം, ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അദീം, അദീമായ അല്ലാഹുവിനെ അവൻ വിശ്വസിക്കില്ലായിരുന്നു. അള്ളാഹുവിനെ വിശ്വസിക്കും, അല്ലാഹ് അദീമാണ്, ഇത്രമേൽ മഹത്തരമുള്ളവനാണ് അള്ളാഹു എന്ന് റബ്ബിനെ സംബന്ധിച്ച് അവരെ മനസ്സിലാക്കിയിട്ടില്ല. അള്ളാഹുവിനെ ഒരു ഇൻസിഗ്നിഫിക്കൻറ്റ് ബീയിങ്, അത് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, അത്രേ ഇവർ കണക്കാക്കിയിട്ടുള്ളൂ. ജീവിതത്തിൻ്റെ ഓരോ വിഷയത്തിലും നിങ്ങൾ അള്ളാഹുവിനെ വിശ്വസിക്കണം. എങ്ങനെ? നിങ്ങളുടെ മക്കളിലൂടെ നിങ്ങൾ രക്ഷപ്പെടുമെന്ന് വിചാരിക്കേണ്ട, അള്ളാഹുവാണ് നിങ്ങളെ രക്ഷപ്പെടുത്തുള്ളൂ. മക്കൾ ഉണ്ടെങ്കിൽ രക്ഷപ്പെടും, അങ്ങനെയില്ല. മക്കളില്ലെങ്കിലും രക്ഷപ്പെടും. മക്കളുണ്ടെങ്കിൽ എനിക്ക് രക്ഷപ്പെടാൻ കഴിയൂ, അതുമില്ല. മക്കളില്ലെങ്കിലും അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തും. നല്ലൊരു ജോബ് കിട്ടിയാലേ എനിക്ക് ജീവിക്കാൻ കഴിയൂ, അങ്ങനെയൊന്നുമില്ല. അള്ളാഹു വമാ മിൻ ജാബത്തിൻ ഫിൽ അർദി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ പടച്ചതമ്പുരാനെ പിടിക്കുകയും ബാക്കിയുള്ളതിന് അതർഹിക്കുന്ന വിലയെ കൊടുക്കാൻ പാടുള്ളൂ എന്നാ പറയാം. ദുനിയാവ് പരിത്യജിക്കുക എന്ന് പറയും, പരിത്യാഗം. നിങ്ങളിപ്പോൾ ഇപ്പോൾ 2023 നിങ്ങളുടെ കയ്യിലൊരു വാഹനമുണ്ടെന്ന് വിചാരിക്കുക, ഒരു 2015 മോഡൽ കാറുണ്ട് സങ്കല്പിക്കുക. അത് നിങ്ങൾ വാങ്ങിച്ചു, തോത്തി തുടച്ച് വൃത്തിയാക്കി, ഒരു സ്ക്രാച്ച് വരാതെ കൊണ്ടെടുക്കാൻ, നല്ല റാഹത്തിൽ ഇങ്ങനെ സന്തോഷത്തിൽ കൊണ്ടെടുക്കുക. പറയുന്ന പോലെ ആദ്യത്തെ ഒരു സ്ക്രാച്ച് വരുമ്പോൾ ഭയങ്കര ടെൻഷനായിരിക്കും, പിന്നെ അത് വന്നുകൊണ്ടേയിരിക്കും, പിന്നെ ടെൻഷൻ ഉണ്ടാവില്ല. നിങ്ങൾ 2015 വാങ്ങിയ വണ്ടി നിങ്ങളുടെ കയ്യിലുണ്ട്, ഇപ്പോൾ 2023, 8 വർഷമാവുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ പറഞ്ഞു, നിങ്ങൾക്ക് ഞാനൊരു ഗിഫ്റ്റ് തരാൻ പോകുന്നുണ്ട്.
ആ ഗിഫ്റ്റ്സ് ഇസ് നത്തിങ് ബട്ട് എ 2023 മോഡൽ കാർ. നിങ്ങൾ ഇഷ്ടപ്പെടുന്നൊരു വാഹനം 2023 മോഡൽ നിങ്ങൾക്ക് ഞാൻ വാങ്ങിച്ചു തരാണ്. ആ വാഹനം നിങ്ങൾക്ക് കിട്ടുന്നതോടുകൂടി നിങ്ങൾ വിചാരിക്കുകയാണ്, പടച്ചോനെ എനിക്ക് നിന്നും വേണ്ട, എനിക്ക് ഈ വണ്ടി മതി, പഴയ വണ്ടി വേണ്ട. അപ്പോൾ പഴയ വണ്ടി പിന്നെ പൊടി പിടിച്ച് കിടക്കാൻ തുടങ്ങും. കുട്ടികൾ പറയും, വാപ്പ നമുക്ക് ഈ പുതിയ വണ്ടി പോയാൽ പോരെ, പഴയത് വേണ്ടല്ലോ. നിങ്ങൾ ആ പഴയ വണ്ടിയെ പിന്നെ ഇഗ്നോർ ചെയ്യും. കുറച്ച് കഴിഞ്ഞാൽ ഇത് വിൽക്കുക, എന്തിനാ വെറുതെ ഇവിടെ വെക്കുന്നത്, ഇത് വിറ്റ് കളഞ്ഞൂടെ എന്ന് വിചാരിക്കും. ഇതിനാണ് സുഹദ് എന്ന് പറയാം. എങ്ങനെ? അതവിടെ ഉണ്ട്, പക്ഷെ അതിന് നിങ്ങൾ വിലയൊന്നും കൊടുക്കണില്ല. ഇതാണ് ദുന്യാവ് പരിത്യജിക്കുക എന്ന് പറയാം. എന്നാൽ ദുന്യാവ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. വാഹനം വേണ്ടേ? വേണം. അതിന് കൊടുക്കേണ്ട വിലയെ കൊടുക്കാൻ പാടുള്ളൂ, അതിന് ഓവർ വില കൊടുക്കരുത്. പുതിയൊരു സാധനം കയ്യിൽ കിട്ടിയാൽ പഴയതിന് വിലയില്ലല്ലോ. നിങ്ങൾക്ക് അല്ലാഹുവിനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതിന് അത്രയേ വില കൊടുക്കാൻ പാടുള്ളൂ എന്നർത്ഥം. രോഗിയാണ്, അസുഖത്തിന് ഏറ്റവും നല്ല ഹോസ്പിറ്റലും ഏറ്റവും നല്ല ഫെസിലിറ്റി ഉള്ള സ്ഥലവും ഏറ്റവും നല്ല ഡോക്ടറും സ്പെഷ്യലിസ്റ്റും നോക്കിയിട്ട് നമ്മൾ ഓടുകയാണ്. അതിനൊന്നും കുഴപ്പമില്ല. അതിന് കൊടുക്കേണ്ട വിലയെ നിങ്ങൾ കൊടുക്കാൻ പാടുള്ളൂ. ഏത് ഡോക്ടറും മനുഷ്യനാണ്. ഞാൻ ചികിത്സയ്ക്ക് വിധേയമാകുന്നത് ജീവിക്കാനാണ്. പക്ഷേ എന്നെ ചികിത്സിക്കുന്ന ഡോക്ടറുടെ ജീവൻ പോലും അയാളുടെ കയ്യിലല്ല, അത് അള്ളാഹുവിൻ്റെ കയ്യിലാണ്. ആ ഒരു വിലയെ നിങ്ങളതിന് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോഴാണ് നിങ്ങളുടെ ഈമാനാകും. അപ്പോഴേ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. ഏതൊരു കാര്യം അങ്ങനെയാണ്. പൈസയ്ക്ക് അതിന് വിലയുണ്ടാവും, പക്ഷെ അത് അർഹിക്കുന്ന വില കൊടുത്താൽ മതി, ഓവർ കൊടുക്കരുത്. പൈസ ആവശ്യമാണ്, കാര്യങ്ങൾ നടക്കണം. ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ സആദത്താണ് ഒരു റാഹത്തുള്ള ഭാര്യ, സ്വാലിഹത്തായ ഒരു പെണ്ണ്, നല്ല അയൽവാസി, വിശാലമായ വീടും സൗകര്യമുള്ള വാഹനവും ഒരു മുഅ്മിനായ മനുഷ്യന് ദുന്യാവിൽ സ്വീകരിക്കാൻ പറ്റുന്ന അള്ളാഹു അനുവദിച്ച ഒരു റാഹത്ത്പ്പെട്ടതാണ്, നിഅമത്ത്പ്പെട്ടതാണ്. പക്ഷേ അതിനർഹിക്കുന്ന വിലയെ കൊടുക്കാൻ പാടുള്ളൂ. ഏതുപോലെ പഴയ കാറിന് നമ്മൾ പിന്നെ വില കൊടുക്കണില്ല, പുതിയത് കിട്ടിയപ്പോൾ. അള്ളാഹുവിനെ കിട്ടുമ്പോൾ ബാക്കിയുള്ളതിന് അത്രയേ വില കൊടുക്കാൻ പാടുള്ളൂ. ഇതിനാണ് സുഹദ്, പരിത്യാഗം എന്ന് പറയാം. ആ വണ്ടി അവിടെ ഉണ്ട്, വണ്ടി ഇല്ലാത്ത അവസ്ഥക്കല്ല സുഹദ് എന്ന് പറയാം. പക്ഷെ അത് നിങ്ങൾ ഇത്രയേ വില കൊടുക്കണം, അത്ര മതി എന്ന പോലെ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ അള്ളാഹുവിനെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താ നഷ്ടപ്പെട്ടത്? അള്ളാഹുവിനെ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് കിട്ടിയിട്ട് എന്താണ് കാര്യം? മൻ വജദല്ലാഹ് മാദാ ഫഖദ് വമൻ ഫഖദല്ലാഹ മാദാ വജദ്. അള്ളാഹുവിനെ നമ്മുടെ കൂടെ കിട്ടിയാൽ പിന്നെ എന്താണ് നഷ്ടപ്പെട്ടത്? അതുകൊണ്ടാണ് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കഥ ഖുർആൻ പറയുന്നത്. നമ്മുടെ ഈമാൻ അള്ളാഹു തൊട്ടു നോക്കുകയാണത്. തീയിലേക്ക് വീഴാണ്. തീയിലേക്ക് വീണ് ഇരുമ്പ് പോലും തീയിൽ വീണ് കഴിഞ്ഞാൽ അതിന് ചേഞ്ച് വരും, മെൽറ്റായി പോകും ഓവർ ഹീറ്റാണെങ്കിൽ. ഒരു മനുഷ്യനാണ് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം, അള്ളാഹുവിൻ്റെ നബിയാണ്. ആ തീയിലേക്ക് വീഴുമ്പോൾ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഖൽബിൽ ഒരേ ഒരു ചിന്തയാണ്, റബ്ബേ, ഈ തീയിനെ തീയാക്കിയത് നീയാണ്, അതിനെ ബേൺ ചെയ്യാനുള്ള കഴിവ് കൊടുത്തതും അള്ളാഹുവേ നീയാണ്. നീ വിചാരിച്ചാൽ മാത്രമേ ഈ തീയിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. വേറെ ആര് വിചാരിച്ചിട്ടും കാര്യമില്ല. ഫയർഫോഴ്സ് വന്നിട്ടും കാര്യമില്ല, അവർ വരുമ്പോഴേക്കും കത്തിയിട്ടുണ്ടാവും. അവർക്ക് ഇപ്പോൾ അത് പുട്ട് ഓഫ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് വന്നേക്കാം. പക്ഷേ റബ്ബേ, നീ മാത്രമേ, നിന്റെ കയ്യിൽ കിടക്കുന്ന നിന്റെ ഖുദ്റത്ത് കൊണ്ട് മാത്രമേ എന്തും ഈ ലോകത്ത് നടക്കൂ പടച്ചവനെ. ഇത് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വിശ്വസിച്ചപ്പോഴാണ് യാ നാറു കൂനി ബർദൻ വസലാമ, തീയെ തണുപ്പായി മാറിക്കോന്ന്. അതുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാം ഖാന ഉമ്മത്തൻ. ഇബ്രാഹിം അലൈഹിസ്സലാം അവരൊരു സമുദായമായിരുന്നു, ഒരു വ്യക്തിയല്ല. ഇബ്രാഹിം അലൈഹിസ്സലാം ഒരു ഉമ്മത്തിൻ്റെ ഈമാൻ ഒരു മനുഷ്യൻ്റെ ഖൽബിലുണ്ട്. അതാണ് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. സയ്യിദുനാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം കടലിൻ്റെ മുമ്പിലെത്തി നിൽക്കുന്ന സംഭവം. 12 വഴികളാണ് ഉണ്ടായത് കടലിൽ. സുയസ് ഉൾക്കടൽ, ചെങ്കടലിൻ്റെ അവസാന ഭാഗം. കരയിലേക്ക് നേരെ കരയിലൂടെ പോകാം, പക്ഷെ വഴിതെറ്റി നേരെ അതിൻ്റെ എൻഡിൽ വെള്ളത്തിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. അവർ പറഞ്ഞു, യാ മൂസ, മൂസ നബിയെ, ഇന്നാല മുദറഖൂൻ, ഞങ്ങളെ പിടിച്ചല്ലോ, ഞങ്ങൾ പെട്ടുപോയല്ലോ, ഞങ്ങൾ പെട്ടുപോയല്ലോ. ഖല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല, പെട്ടുപോവേ. ഇന്ന മഅയ റബ്ബി, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്. സയഹ്ദീൻ, ഏതാണോ അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി, ആ വഴിയിലേക്ക് അള്ളാഹുവിനെ എത്തിച്ചേരും. പക്ഷെ ഒരു പ്രോബ്ലത്തിലേക്ക് മൂസ നബി എത്തുകയാണ്. ഇബ്രാഹിം അലൈഹി സ്വലാം ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ട്. അത് എല്ലാ മുഅ്മിനീങ്ങൾക്കും ലോകത്തുണ്ടാവും, പരീക്ഷണം ഉണ്ടാവും. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് മാത്രമേ കിട്ടുള്ളൂ. മൂസാ നബി അലൈഹി സ്വലാം അത് പറഞ്ഞപ്പോഴാണ്
യബസൻ, ഉണങ്ങിയ 12 വഴിയുണ്ട്. കടൽ വെള്ളം പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്താൽ അവിടെ ഉണങ്ങൂലല്ലോ, വോക്ക് ചെയ്യാൻ പറ്റുമോ? ചെളിയാവൂലേ? യബസ, അള്ളാഹ് ഉണക്കി കൊടുത്തു ഇൻസ്റ്റൻ്റ്ലി. സാധാ ഒരു റോഡിലൂടെ നടക്കണ പോലെ 12,000 ആളുകൾ നടന്നു അപ്പുറത്തേക്ക്. ഈ മഹാപലായനം ബൈബിൾ പുസ്തകത്തിലുണ്ട്. എക്സോഡസ്, മഹാപലായനം എന്നാ പറയാം. നാട് വിട്ട് ഒരു സംഘം ആളുകൾ ഒരു രാജ്യം വിട്ടു പോയ സംഭവം ചരിത്രത്തിന് മറക്കാൻ കഴിയാത്ത, ചരിത്രത്തിൽ അത്ഭുതമാണിത്. ക്രിസ്ത്യാനികളും ജൂതന്മാരും മുസ്ലിമീങ്ങളും ഒരുപോലെ വിശ്വസിക്കുന്നൊരു സംഭവമാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കടൽ പിളർന്ന സംഭവം. എന്തുകൊണ്ട്? അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി സയ്യിദുനാ മൂസാ നബി അലൈഹി ഇസ്ലാം ആക്ഷൻ എടുത്തു. അതിനല്ലാഹു കൊടുത്ത ജവാബാണത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അഫ്ആലുകളെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴേ നമ്മൾ ചെയ്യുന്ന ദുആക്ക് ഉത്തരം ഉണ്ടാവുള്ളൂ. അപ്പോഴേ നമ്മുടെ ഈമാനിന് ബലമുണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോഴേ നമ്മൾ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ആദ്യത്തെ 13 വർഷക്കാലം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തിന് ഈമാനാ പഠിപ്പിച്ചു കൊടുത്തത്. ഈമാൻ, അള്ളാഹു ആരാണ്, അള്ളാഹുവിൻ്റെ മലക്കുകൾ ആരാണ്, അമ്പിയാക്കൾ ആരാണ്, പരലോകം എന്താണ്, റബ്ബുൽ ഇസ്സത്ത് ആരാണ്. മക്ക സൂറകളുടെ 75% വരുന്ന കണ്ടൻസ് പ്രകൃതിയെക്കുറിച്ചാണ്, സൃഷ്ടികളെക്കുറിച്ചാണ്. എന്തിന്? സൃഷ്ടികളിലൂടെ സൃഷ്ടാവിലേക്ക് എത്താൻ പറ്റും, ഖൽഖിലൂടെ ഖാലിഖിനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇലസ് സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർളി കൈഫ സുതിഹത്. ചിന്തിക്കാൻ പറയാണ്. നിങ്ങൾ പർവ്വതം കാണുന്നില്ലേ? ആരാണിത് കൊണ്ടുവന്ന് വെച്ചത്? ആരാ അവിടെ കൊണ്ടുവന്ന് വെച്ചത്? ഒരു കേക്കിൻ്റെ പീസ് ഒരു ടേബിൾ കൊണ്ടുവന്ന് ആരാ കൊണ്ടുവന്ന് ചോദിക്കൂലേ? ഒരു മിഠായി കഷ്ണം കണ്ടത് ആരാ കൊണ്ടുവച്ച് ചോദിക്കൂലേ? ഒരു കല്ല് ടേബിൾമ കൊണ്ടുവന്ന് വെച്ച് നിങ്ങളുടെ വീട്ടിൽ കയറ്റി വെച്ചൊരു കല്ല് ചോദിക്കൂലേ ആരാ ഇത്? ആരാണ് ഈ പർവ്വതങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചത്? ആരാണ് ഈ ഭൂമിയെ ഇങ്ങനെ ആക്കി തന്നത്? നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം, നക്ഷത്രങ്ങളുടെ സ്ഥാനങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അവകൾ ചെന്ന് പതിക്കുന്ന സ്ഥാനങ്ങൾ ബ്ലാക്ക് ഹോളുകളാവാം. ഇപ്പോൾ മനുഷ്യനെ കണ്ടെത്താൻ കഴിഞ്ഞ ഏറ്റവും അകലങ്ങളിൽ കിടക്കുന്ന നക്ഷത്രം എന്ന് പറയുന്ന 24 ബില്യൺ പ്രകാശവർഷം അകലെ കിടക്കുന്ന നക്ഷത്രമാണ്. 24 ബില്യൺ പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ആകാശത്തേക്ക് നോക്കിയാൽ മിന്നിത്തിളങ്ങുന്ന ഈ നക്ഷത്രങ്ങൾ ഒരുപക്ഷെ എന്നോ കെട്ടുപോയ കരിക്കട്ടയായിരിക്കും. ആ പ്രകാശം ഇപ്പോഴേ നമ്മുടെ കണ്ണിലേക്ക് എത്തുന്നുള്ളൂ എന്ന് മാത്രം. ആ സാധനം എപ്പോഴോ പോയിട്ട് ഫീസായി പോയിട്ടുണ്ടാവും. പക്ഷേ ഇത്രയും കാലമെടുത്തു നമ്മിലേക്ക്, ഭൂമിയിലേക്ക് അതെത്താൻ. അങ്ങനെ എത്രയോ നക്ഷത്രങ്ങൾ. 24 ബില്യൺ എന്ന് പറഞ്ഞാൽ എന്താ? സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സെക്കൻഡിൽ സഞ്ചരിക്കുന്ന പ്രകാശം ഒരു ദിവസം എത്ര എടുക്കും? എത്ര കിലോമീറ്റർ പോകും? ഒരു മിനിറ്റിൽ എത്ര പോകും? 60 സെക്കൻഡ് അല്ലേ? 60 മിനിറ്റ്, 1 മണിക്കൂർ, 24 മണിക്കൂർ, 30 ദിവസം, 365 ദിവസം, 1 കൊല്ലം, 2 കൊല്ലം, 24 ബില്യൺ കൊല്ലങ്ങൾ കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം. അത്രയും ദൂരത്ത് കിടക്കാൻ ഇതൊക്കെ അല്ലാഹു തആല ചർച്ച ചെയ്യാൻ. ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം, നക്ഷത്രങ്ങളുടെ പൊസിഷനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഇന്നഹു ലഖസമുൻ ലൗ തഅലമൂന അദീം. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഇത് അള്ളാഹു ചെറിയൊരു സത്യമല്ല ചെയ്യുന്നത്. ഒരു വിഷയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ, സത്യം ചെയ്യുമ്പോൾ ആ വിഷയം പ്രാധാന്യമുള്ളതാണ്. നക്ഷത്രങ്ങളുടെ നിങ്ങൾ വിചാരിക്കരുത് 100 കിലോമീറ്റർ, 1000, 500 കിലോമീറ്റർ ദൂരത്തേക്ക് കിടക്കണത് അല്ല. 24 ബില്യൺ കിലോമീറ്റർ. എന്നിട്ട് പറയാം ഈ കണ്ട പ്രപഞ്ചം മുഴുവൻ നമ്മൾ മനസ്സിലാക്കിയ പ്രപഞ്ചത്തിൻ്റെ ആകെ 4% ബാക്കി 96% ഇനിയും സ്റ്റിൽ ടു എക്സ്പ്ലോർ. അതിനിയും കണ്ടെത്താനിരിക്കണുള്ളൂ. അള്ളാഹുവിനെ മനസ്സിലാക്കാൻ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് വേണ്ടത്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിലൂടെ മനസ്സിലാക്കാൻ കഴിയും. റബ്ബിൻ്റെ അളമത്ത് ഇൻഷാ അല്ലാഹുൽ അസീസ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ പ്ലേ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. J.L. വോലസ് എന്ന് പറയുന്ന അദ്ദേഹം ഒരു ക്രിസ്തുമത വിശ്വാസിയാണ്. പക്ഷേ അദ്ദേഹം ഒരു സയൻറ്റിസ്റ്റാണ്, തിയോളജിസ്റ്റാണ്. അദ്ദേഹം ഒരു യുക്തിവാദിയായിരുന്നു, എന്നിട്ട് ദൈവവിശ്വാസിയായി മാറിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ വളരെ മനോഹരമായ ഇംഗ്ലീഷ്, അദ്ദേഹം അമേരിക്കക്കാരനാണ്. അപ്പോൾ അത് മുഹമ്മദ് പ്ലേ ചെയ്യുന്നു. DNA എന്ന് പറയുന്ന മനുഷ്യ ശരീരങ്ങളെ ഗവേൺ ചെയ്യുന്ന, ഭരിച്ചുകൊണ്ടിരിക്കുന്ന അതിസൂക്ഷ്മമായ കണിക എന്ന് പറയുന്നത്, അതിനുള്ളിൽ കിടക്കുന്ന ഇൻഫർമേഷൻ ഏറ്റവും വലിയ ഇൻ്റലിജൻ്റായ ഒരു തമ്പുരാന് മാത്രമേ അത് ചെയ്യാൻ കഴിയൂ എന്ന് സയൻറ്റിസ്റ്റുകളുടെ വാക്കുകളിലൂടെ സമർത്ഥിക്കുന്ന ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് അറിയുന്ന കുട്ടികൾക്ക്, നിങ്ങൾക്കൊക്കെ ഇംഗ്ലീഷ് അറിയുന്നവരാണ്,
അപ്പോൾ അത് നമ്മുടെ ഈമാൻ, പടച്ചോൻ ഉണ്ടോ ഇല്ലേ എന്ന ഒരു തൗഹീദ് ഇൽഹാദ് വിഷയങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങിപ്പോകുന്ന കാലമാണ്. അപ്പോൾ ഒന്ന് ചിന്തിക്കാനും മനസ്സിലാക്കാനും ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചു. ഈ ലൈറ്റ് വേണേൽ ഓഫ് ചെയ്യുക, സ്ക്രീൻ മാത്രം. ഈ സ്റ്റേജിലെ ലൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഓഫ് ചെയ്തോളേ. Let's go to the third one. We happen to have life that emerges from non-life. Actually, that always bugged me as an atheist. Trying to figure out how that could happen is a problem. I had a case one time where a cell phone had this text on it. It was the victim's cell phone next to his body at the murder scene. Here was the text. I wasn't quite sure what to make of it. Is it just a butt dial, an accident? You know, what does that even mean? It didn't seem like it was really information. I couldn't decode it. What's the message? I don't know. Well, it turned out this message came from his wife, Rachel, who had been cheating on him for a number of years he didn't even know. And on this night, she'd had enough. She wanted to kill him. He was working late. He wanted her boyfriend to go over and kill him at the place of business. But he was getting ready to leave, and he had called her and says, "I'm coming home." So she texted him to hold him in place so that the boyfriend could kill him. This text, like many other I found before, it basically says, "Don't go anywhere, I'll be there in 30 minutes. So this is how they would talk about, you know, I'll be there in 30, be there in 15, almost there, whatever. He waited 30 minutes for her and was killed in 20. So this was actually ended up being a piece of information. Now, one way we discover what this is by asking good detective questions, right? These are the kinds of questions we all are familiar with. Am I right? I want to ask just one tonight when it comes to the origin of life to get us started. I ask all of them in the book, but tonight I just want to cover the where question. Where do naturalists who are not believers think life originated in the universe? Because we've all got to account for the origin of life from inorganic materials. And the proposals have been really broad and widespread. Lots of proposals have been offered. As a matter of fact, some people will say, well, I think it happens in the atmosphere. Some will say, no, I think it happens in the actual waters of some nature, some place on the planet. Or they think it happens in some kind of terrestrial form, like on clay. I mean, I studied every single origin of life theory on this. Some will say, no, it happens at the deep sea vents or under the terrestrial crust. Some will say, no, this don't work. It has to happen in the atmosphere. It has to happen rather than space and can be delivered to our planet. Why are there so many theories about where this occurred? You know why? Because no one agrees. As a matter of fact, each of these famous scientists thinks the other guy is desperately wrong. He's certain they're wrong, and it gets worse because it goes the other way too. And the reason why they think they're wrong is because none of these work. Every location that's been examined to explain the origin of life fails miserably. Not just slightly, miserably. Origin of life studies are no closer than they were 35 years ago. We've done nothing in terms of progress except made the problem more difficult. Because now we know that there are several chicken and egg problems when it comes to origin of life. Really, all life at the biological level, all life is built out of building blocks, Legos, that are called proteins. Proteins are the building blocks of life. The problem is proteins are generated in little factories called ribosomes. And what do you think these ribosomes are made with? Proteins. That's the problem. You've got a chicken and egg problem. Which came first? And to be honest with you, it gets worse the deeper you look. It's not just in ribosome factories. It's in every aspect of the cell, including the cell membrane. You can't get this complex behavior to occur unless it's protected in some way. But the protection for this complex system is made up of the very things that are in the complex system. That's the problem. You got to have everything in place all at once in order to make this work. And that's why it's so hard to locate a place where all of this could happen without any intelligent intervention. And it gets worse. Because it turns out there is one thing that defeats the chicken and egg problem. There's one way to defeat it. You know how it's defeated? It's defeated with something we call DNA. This molecule, the largest molecule known in all of science, right? Built from all the different nucleotides that build up DNA. These 4 nucleotides are used to build DNA. This is the instruction manual that tells proteins how to form. It tells ribosome machines how to manufacture proteins. It constructs and directs all traffic in biological systems. The problem, of course, is what is this?
This is a series of nucleotides that are in certain order, like information, like letters, that are directing traffic. Here's the problem, and Stephen C. Meyer does the best job of saying this. Now, Stephen's a believer, but he's also got his Oxford PhD in the philosophy of science. And what he says in a book that is the biggest takeaway about this first book he wrote, Signature on the Cell, is simply this: there's not a single example in the entire history of science or the universe in which information ever comes from anything other than intelligence. So if this is information in the genome, what is the intelligent source that has put it there? Because you cannot get information any other way. Let me show you what I mean. He actually, there's some work I looked at. I love this guy's work. His name is Dr. Werner Gitt. He's an engineer, IT specialist in Germany. He's written a book in which he talks about the 5 levels of information. Why do we think that DNA is truly information and requires an intelligent source? Well, because if you look at information, it comes in 5 levels. Let me introduce them to you. Here's my dog. Do you guys have dogs? I went over to Pastor Paul's house today, and I got to see his dogs. He's got cute dogs. I have a corgi, a Pembroke corgi. This is the best dog in the planet. If you have a dog, your dog is nothing compared to this dog. Pooey on your dog. This is the smartest dog in the world. But it's a dwarf. It's a Pembroke corgi. And they are like little shrunken down sheepdogs. And they cannot type. If I put a typewriter in front of this dog, it is not going to be able to type. But let's just go with me for a second, do a little thought experiment. Let's say I put a typewriter in front of Bailey, and Bailey, I said, Bailey, do me a favor, type me out a sentence. And after banging her little paws against that typewriter, I write down on the chalkboard what she's typed. She's typed this. Is that information? Yeah, actually it is. What is she saying? I don't know. Is she trying to say anything? I don't know. But is it information? Well, in some sense it is. It's very unusual and specific if you think about it. What are the odds of her typing that same thing again? Probably never happened. What if I had Scrabble pieces that in that format and I threw them on the ground? How many times would I have to throw them on the ground before it would form that combination again? Probably never happened. So it is in some sense very specific, detailed information. But it doesn't really tell me anything. I think that natural processes of physics or chemistry could get you this. This looks like random generated sequences. What if I give you one more? What if she typed this? This would be really cool. TT spacebar, TT spacebar, TT spacebar. If she did that, you'd say that's a smart dog, wouldn't you? I think there are actually some physical properties, physical processes of physics and chemistry that could produce simple patterns. That's information, folks. But what is she saying? I don't know. Nothing really. What if she had a bigger pattern she typed? Wow. T13 T spacebar, T13 T spacebar. Now she's really, really smart. But what is she telling me? I don't know. Nothing really. But this is information in the sense that it's specific and detailed. And I think there are actually some laws of physics and chemistry that can give you more detail, like snowflakes, great patterns. So is this information? Yeah. But it's the lowest level of information. This information is called statistics. It is the lowest. Is this what DNA is? No. Let's go up one level. What if Bailey could type this? Wow. Now you're impressed, aren't you? She's mastered word selection. She can actually put the letters together and group them into words. But what is she telling me? I don't know. I'm not quite sure what she's telling me. We're up one level. We've mastered words, but we don't have any content yet. This is called cosyntax. What if she could type this? Now we have words in a proper linkage that gives us a concept we can recognize. She's actually telling us something, and we understand what she's saying. Do you see how much different that is than this? How do we get this through natural processes? You can get this. You might stretch and say you can get this. I don't think you can. You can't get this, though. This is another level of information, which is called semantics.
I've been places where people have mastered something between these two. They understand the words, but they're not quite sure how to put them together. Maybe English is their second language. I was in Malibu at a Thai food restaurant, right? I go into the restroom. This sign is hanging in the restroom at a Thai food restaurant in Malibu, California on PCH. Please do not throw paper wiping hand down toilet. I think I understand what he's trying to say. And he's somewhere between cosyntax and semantics. He kind of has the right words, almost in the right order. What if my dog, Bailey, could type this? Wow. This is actually a request. Information that requests a response is different than just information describing something. Information that requests action is another level that is called pragmatics. And if you expect that the person you're talking to is actually going to respond and do this for you, that's even another level called apobetics. These are the highest levels of information. Requests with an expectation of response. If you want to know the difference between this and this, one easy way is to simply ask yourself a question. If I change one character, does it change the meaning of this sentence? Of course not. That's not really information. It's the lowest level of information. So if I look at this and I say, just take one character out, the comma, this has no change at all on this sentence because it didn't mean anything before. It doesn't mean anything now. I think some of you know where I'm headed with this from the look on your face. But at the bottom, at the highest level of information, you know it's high information because if I make one change, like take the comma out of that sentence, now everything changes, right? Now the sweet Bailey who was wanting Grandpa to feed her has now become the evil Bailey who wants to eat Grandpa. See the difference? And that's why we know that this information is at a much higher level. Small changes have dramatic changes in meaning. So the same thing happens in your DNA, right? Here's Billy the Kid, or maybe this is Jesse James, I forget who this is. But if I look at his genetic code, the stuff that actually structures who he is, and I make a small change, take out, let's say, this one nucleotide and replace it, that change results in a change in Billy. Something is going to change. Why? Because this DNA is not just statistics. It's the highest level of information. It's a pragmatic request that's expected to be met. This is hard to explain in a naturalistic universe. And even the naturalists recognize that. So Paul Davies, a physicist from ASU, says, we are still left with the mystery of where biological information comes from. If the normal laws of physics can't inject information, and if we are ruling out miracles, which of course they are, then how can life be predetermined and inevitable rather than a freak accident? How is it possible to generate random complexity and specificity together in a law-like manner? We've always come back to that basic paradox. How do you get this by staying in the room? Well, I describe a couple of ways people try to get it. One thing you can do is simply say, oh, it's just chance. You do it long enough, hard enough, these things will happen by chance. But that really misunderstands the level of information involved. Or you can argue that there's some natural law that could cause information. Give me an example of that. You won't. There are no examples of natural law ever giving you anything more than statistical information, the lowest level of information. So if you want to stay inside the room, you're going to have to go by chance or by law. Those things don't work. Why? Because we're seeing true information in the room. And that means you've got to have a source of true information, and that's got to get you outside the room. That's the problem. See, here's the problem with asking these questions. I ask these questions all the time in homicides, but I don't stop here. I don't ask these questions and stop. If I did that, I'd never solve a case. The next question I have to ask is the money question. It's a who question. All these questions point to the who question. If I refuse to ask a who question, then trust me, you're never going to get an answer. So the folks who are doing origin of life, they don't want to ask any who questions. Can't be a who, has to be a what. That's why you can't solve this, folks, because it's a who you're looking for. And this is what Werner Getz says about that. He says, yeah, you're looking for a who. A necessary requirement for generating meaningful information is the ability to select from alternatives. And that requires intelligent volitional entity, because unguided random processes cannot do this. Not in any amount of time.
because this selection process demands continuous guidance by intelligent beings that have a purpose. That's how you get information. If the source of that information happens to be an intelligent, communicative being outside the box, I could explain information inside the box. നമ്മളിപ്പോൾ കണ്ടത് പ്രപഞ്ചത്തിൽ നടക്കുന്ന സംവിധാനങ്ങളിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് അതിൽ ആരാണ് ഇതൊക്കെ ചെയ്തു വെക്കുന്നത് എന്ന ഒരൊറ്റ ക്വസ്റ്റ്യൻ സയൻസ് ഡീൽ ചെയ്യുന്നില്ല എന്നതാണ്. എല്ലാ എടുക്കുന്നുണ്ട്, വേർ, ഹൗ, വൈ എല്ലാം ഉണ്ട്. പക്ഷേ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ നമ്മൾ സ്കിപ്പ് ചെയ്യാം. അതുകൊണ്ട് തന്നെ മനുഷ്യ ശരീരത്തിലുള്ള ഈ ഇൻഫർമേഷൻ ഇതൊരിക്കലും നേച്ചറിൽ നിന്ന് ഉണ്ടാവാൻ കഴിയില്ല. അത് ഔട്ട്സൈഡ് ഓഫ് ദി നേച്ചർ. അതൊരു സുപ്രീം ഇൻ്റലിജൻറ്റ് ബീയിങ് ആവണം. ഒരു അളീമായ മഹത്തരമുള്ളവനായ ഒരു എൻറ്റിറ്റിക്ക് മാത്രമേ, അത് നമ്മൾ ഗോഡ് ഓൾമൈറ്റി എന്ന് പറയാം, അല്ലാഹു അൽ ഇലാഹ് എന്ന് പറയാം. ലോകത്താണ് ഇപ്പോൾ ഖുർആൻ എന്ന് പറയുന്നത് മുഴുവൻ അൽഫബറ്റിക്സ് ഇൻഫർമേഷനാണ്. ഖുർആൻ മുഴുവൻ ഒക്കെ ഡിമാൻഡിങ് ആണ്. യാ അയ്യുഹല്ലദീന ആമനു, നമ്മോട് ഡിമാൻഡ് ചെയ്യാണ് കാര്യങ്ങൾ ചെയ്യാൻ. ഖുർആനിൽ ഒരു അക്ഷരം എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രക്ചർ ബ്രേക്ക് ആവും. ഒരായത്ത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഖുർആനിൻ്റെ ന്യൂമറിക്കൽ വണ്ടേഴ്സ് കിട്ടൂല പിന്നെ. അതുകൊണ്ട് തന്നെ ഹൈസ്റ്റ് ലെവൽ ഓഫ് ഇൻഫർമേഷനാണ് ഖുർആൻ. ഈ ഖുർആൻ വരണമെങ്കിൽ തന്നെ ഒരു ഇൻ്റലിജൻറ്റ് ബീയിങ് വേണം എന്ന് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാം. സല്ലു അല നബി മുഹമ്മദിൻ വ ആലി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله خيرا. ഇന്നത്തെ നമ്മുടെ പായസം നമ്മുടെ രക്ഷിതാവിൻ്റെ വകയാണ്. അവരുടെ മകൾ നീറ്റ് എക്സാം ഞായറാഴ്ച നടക്കുകയാണ്. നല്ല വിജയം കിട്ടാൻ വേണ്ടി നിയ്യത്ത് ചെയ്തതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നത വിജയം ആ മോൾക്ക് അല്ലാഹു നൽകട്ടെ. ദുനിയാവിലും ആഖിറത്തിലുമുള്ള എല്ലാ പരീക്ഷകളിലും അല്ലാഹു ഉന്നത വിജയം നൽകട്ടെ. ആമീൻ. അവരുടെ ഉദ്ദേശങ്ങൾ അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അളമത്ത്, അള്ളാഹു മഹത്തരമുള്ളവനാണ് എന്നറിയുന്നത് സയൻസ് പഠിക്കുമ്പോഴാണ്. നമ്മൾ കുട്ടികൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട സാധനം സയൻസാണ്. സയൻസ് എന്ന് പറയുന്നത് യു ഒബ്സർവ് ദ ക്രിയേഷൻ. അത്രേ ഉള്ളൂ. ലാബ് കൊണ്ടുപോയാൽ ടീച്ചർ കൊണ്ടുവരുന്ന മെറ്റീരിയൽസ് സംതിങ് ഫൗണ്ട് ഓൺ എർത്ത്, ഭൂമിയിൽ കിട്ടുന്ന സാധനം കൊണ്ടുവരുള്ളൂ. ടീച്ചറായിട്ടൊന്നും ഉണ്ടാക്കി കൊണ്ടുവരാൻ കഴിയില്ല, ഒരു അധ്യാപനം കൊണ്ടുവരാൻ കഴിയില്ല. ഭൂമിയിലുള്ള വസ്തു ഹൗ ദേ വർക്ക് എന്ന് എക്സാമിൻ ചെയ്യാൻ മാത്രമേ കഴിയുള്ളൂ. ആരാണത് ഉണ്ടാക്കിയത് എന്ന ക്വസ്റ്റ്യൻ അവിടെ ഒരു സ്കൂളിലും ആൻസർ ചെയ്യൂല, ഒരു കോളേജും ചർച്ച ചെയ്യുക പോലുമില്ല. അത് നിങ്ങൾ ആരുണ്ട് വെറുതെ ഉണ്ടായി എന്ന് നിങ്ങൾ വിചാരിച്ചോ, നിങ്ങൾക്ക് പറ്റിയ മതങ്ങളെ വെച്ച് നിങ്ങൾ പോയിക്കോ, അത്രേ പറയുള്ളൂ. എന്തുകൊണ്ട് അവർ പറയും എന്ന് പറഞ്ഞ ആൾ നമുക്ക് ലാബിൽ കൊണ്ടുവരാൻ പറ്റുന്നില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതിനാണ് ലോജിക്ക് പഠിച്ചവൻ തന്നത്, അതിനാണ് ബ്രെയിൻ തന്നത്. സുബ്ഹാനല്ലാഹ്. ഇദ്ദേഹത്തിൻ്റെ തന്നെ ബ്രെയിൻ ആൻഡ് മൈൻഡ് തമ്മിലൊരു ഭയങ്കര അടിപൊളി ഒരു കമ്പാരിസൺ ഉണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിലേക്ക് മനുഷ്യൻ എന്ന് പറയുന്ന അത്ഭുതങ്ങളുടെ കലവറയായ മനുഷ്യൻ, നമ്മുടെ ബ്രെയിൻ എന്ന് പറഞ്ഞ സാധനം മാത്രം ആലോചിച്ചാൽ അത്ഭുതങ്ങളുടെ അത്ഭുതമാണ്. എങ്ങനെയാണ് ബ്രെയിൻ വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഞാൻ സംസാരിക്കുന്നു, ഞാൻ എങ്ങനെ ഇത് പറയുന്നു, എൻ്റെ ബ്രെയിൻ മെമ്മറിയിൽ നിന്ന് എൻ്റെ നാവിലൂടെ ശബ്ദമായിട്ട് നിങ്ങളുടെ ചെവിയിൽ കേൾക്കുമ്പോൾ നിങ്ങളുടെ മെൻ്റൽ ലൈബ്രറിയിൽ ചെന്നിട്ട് ആ വാക്കുകളെ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നു, അർത്ഥമറിയുന്നു, റെസ്പോണ്ട് ചെയ്യുന്നു. ഇതൊക്കെ വിത്തിൻ മൈക്രോ സെക്കൻഡ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ വെറുതെ ഒരു നാച്ചുറലിസ്റ്റ് തിയറിയിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നതല്ല. ഇതൊക്കെ സൂപ്പർ നാച്ചുറലാണ്, അള്ളാഹുവിൻ്റെ ഒരു സംവിധാനമാണ്. അള്ളാഹു അദീമാണ്. അതുകൊണ്ട് തന്നെ റബ്ബ് തആലയെ, അള്ളാഹുവിനെ നമ്മൾ റബ്ബിൻ്റെ അഫ്ആലുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതൊരു ചലനവും, നമ്മുടെ കൈ അനങ്ങുന്നുണ്ടെങ്കിൽ, നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ഉറങ്ങുന്നുണ്ടെങ്കിൽ, എഴുന്നേറ്റ് നടക്കുന്നുണ്ടെങ്കിൽ, പഠിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് നമ്മുടെ പഠനവും, നമ്മുടെ സ്കൂളും, നമ്മുടെ കോളേജും, നമ്മുടെ ഹോസ്റ്റലും, നമ്മുടെ യാത്രയും, നമ്മൾ വിശ്രമിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും
എല്ലാം എൻ്റെ റബ്ബിൻ്റെ ഇടപെടലാണ്. ഇത് മനസ്സിലാക്കുമ്പോഴാണ് അള്ളാഹു ആരാണെന്ന് മനസ്സിലാവുക. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് ദുആ ഉൽ കർബ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാൽ, മനസ്സിന് ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ വന്നാൽ തങ്ങൾ പറയും ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അദീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വ റബ്ബുൽ അർളി വ റബ്ബുൽ അർശിൽ കരീം. ഇത്രയേ പറയുള്ളൂ. എന്താ ഇതിനർത്ഥം? എല്ലാ പ്രയാസങ്ങളും അല്ലാഹുവേ നിൻ്റെ ഭാഗത്തു നിന്നാണ്, നീയാണ് എൻ്റെ മുമ്പിലേക്ക് ഇടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തുകൊണ്ട് ബദറിലേക്ക് പോകേണ്ടി വന്നു? ബദർ യുദ്ധം ചെറിയ വിഷയമാണോ അത്? ത്യാഗമല്ലേ? എത്ര യുദ്ധങ്ങൾ, ഉഹദ്, ഹുനൈൻ, ഖന്തഖ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഒരു ജെസിബി പോലും ഇല്ലാത്ത കാലത്താണ് മദീനയുടെ ഒരു ഏരിയ മൊത്തം ആഴമേറിയ കിടങ്ങുകൾ സ്വഹാബികൾ കുഴിച്ചെടുത്തത്. ത്യാഗമാണ്. എന്തിന് അള്ളാഹു ഇതൊക്കെ ചെയ്യിക്കണം അവരെ കൊണ്ട്? ഇത് സംഭവിക്കുന്നത് അള്ളാഹുവിൻ്റെ ഇടപെടലാണ്. അങ്ങനെ പറയാം. ശത്രുക്കൾ വരുന്നു, അത് അള്ളാഹുവിൻ്റെ ഇടപെടലാണ്. മുസ്ലിമീങ്ങൾക്ക് ഇനി എന്ത് തന്നെ നമ്മൾ നമ്മുടെ ഈമാനെ ശരിക്കും സൂക്ഷിക്കണം. നമ്മുടെ നാട്ടിലൊക്കെ പിന്നെ ഇങ്ങനെ പോയാൽ എന്താവും? ഒന്നും ആവാൻ പോണില്ല. അള്ളാഹുവിൻ്റെ ഖളാ എന്തുണ്ടോ അത് മാത്രമേ സംഭവിക്കൂ. ഒരു മനുഷ്യനും ഒരു ഭരണാധികാരിക്കും ഒരു രാഷ്ട്രീയക്കാരനും ഒന്നും മനുഷ്യരിൽ ചെയ്യാൻ കഴിയില്ല. അള്ളാഹു ഉദ്ദേശിക്കുന്ന വിഷയങ്ങളല്ലാതെ ഒന്നുമേ ഒരാൾക്കും ചെയ്യാൻ കഴിയില്ല. അള്ളാഹുവിനങ്ങ് തീരുമാനമുണ്ടോ? ഒരു പരീക്ഷണമുണ്ടോ ഒരു ഉമ്മത്തിന്? അജൽ, എല്ലാ സമുദായങ്ങൾക്കും ഒരു ആയുസ്സുണ്ട് എന്ന് ഖുർആൻ പറയാം. മനുഷ്യർക്ക് ആയുസ്സുണ്ട് ഇല്ലേ? സമുദായങ്ങൾക്കും ആയുസ്സുണ്ട്. വലിയ വാക്കാണ്. നിങ്ങൾ ഒരു സമുദായം എന്ന നിലയ്ക്ക് എത്ര കാലം അള്ളാഹു നിങ്ങളെ നിലനിർത്തണം, എപ്പോൾ അള്ളാഹു നിങ്ങളെ നശിപ്പിക്കണം, അള്ളാഹുവിന് തീരുമാനമുണ്ട്. അതിന് ചിലത് കാരണങ്ങളുണ്ടാവും. എത്രയോ കാരണങ്ങൾ ചരിത്രത്തിൽ നടന്നു. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങളുടെ കൂടെ നിൽക്കുകയാണ്. ഒരു ശക്തിക്കും ഒന്നിനും നിങ്ങൾ ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. ലോകത്ത് എന്തൊക്കെ അനീതിയും അതിക്രമവും ഈ ഉമ്മത്തിനെതിരെ നടക്കുന്നുണ്ടോ അവിടെയൊക്കെ അള്ളാഹുവിൻ്റെ ദീനിന് വളർച്ചയുണ്ടായിട്ടുണ്ട്. ചരിത്രം പഠിച്ചാൽ മനസ്സിലാവും. എവിടെയൊക്കെ അനീതിയുണ്ടോ, എവിടെയൊക്കെ ആളുകൾ ഉറഞ്ഞുതുള്ളുന്നുണ്ടോ ഇസ്ലാമിനെതിരെ, അവിടെയൊക്കെ ദീനിന് വളക്കൂറുള്ള മണ്ണ് സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുക. ചരിത്രം അതാണ്. അപ്പോൾ അവർക്കറിയാത്തതുകൊണ്ട് എന്ത് അള്ളാഹു അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ഈ ഉറങ്ങിക്കിടക്കുന്ന ഒരു ദീനിനെ, ഇത് ഉറങ്ങിക്കിടക്കുന്ന ഒരു ദീനായിരുന്നെങ്കിൽ ആരറിയാനാ ഇസ്ലാമിന്? എന്തെങ്കിലും പേര് പറഞ്ഞ് ആക്ഷേപിച്ചിട്ടെങ്കിലും, എന്തെങ്കിലും തെറി പറഞ്ഞിട്ടെങ്കിലും, പച്ച നുണകൾ എടുത്തു വിട്ടിട്ടാണെങ്കിലും, പച്ചയായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടാണെങ്കിലും ദീനിന് അള്ളാഹു ഒരു ഉണർവും ഇസ്ലാമിനൊരു ഇസ്സത്തും അള്ളാഹു അതിൻ്റെ പിറകിൽ ചെയ്തിരിക്കും. അത് ഉറപ്പാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മുടെ അഖീദ, നമ്മുടെ സംരക്ഷണം, നമ്മുടെ നാട്, നമ്മുടെ വീട്, നമ്മുടെ കുടുംബം, നമ്മുടെ സഹജീവികൾ, ഈ പ്രകൃതി, ഈ ഭൂമി, ഈ ലോകം, ഇത് സംരക്ഷിക്കുന്നത് മനുഷ്യനല്ല. ആരാണ്? അള്ളാഹുവാണ്. ആഖീദ നമുക്ക് വരാറുണ്ട്. അങ്ങനെ വിശ്വാസം വരാറുണ്ടോ? നമുക്ക് വരുന്നുണ്ടോ അങ്ങനെ ഒരു ഈമാൻ? നമ്മളെന്താ പറയുക? പോലല്ലേ ഭരിക്കണത്, അപ്പോൾ പിന്നെ അങ്ങനെ ആയിരിക്കും. ഭരിക്കുന്നത് ആരാണെങ്കിലും ഇവിടുത്തെ ഭരണം മാലിക്കുൽ മുൽക്കാര, ഇവർക്ക് ഭരണം കൊടുത്ത ആളാരാ? അല്ലാഹു ജല്ല ജലാലുഹു. അഷ്റഫ് ഖൽഖ് തങ്ങൾക്ക് 13 കൊല്ലം നബി തങ്ങൾ കഷ്ടപ്പെട്ടില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം? ആർക്ക് ഭരണം കൊടുത്തു? അബൂജഹലിന്, ഉത്ബക്ക്, ഷൈബക്ക് കൊടുത്തു. ആരാത് കൊടുത്തത്? അല്ലാഹു ജല്ല ജലാലുഹു തന്നെ. പക്ഷെ ദീനിന് വല്ല വളർച്ച കുറവുണ്ടായോ? വളർന്നില്ലേ? പടർന്ന് പന്തലിച്ചില്ലേ? അതുകൊണ്ട് ഏതൊരു വിഷയവും ഇടപെടുന്നതും ചെയ്യുന്നതും അള്ളാഹുവാണ് എന്ന് ഒരു മുഅ്മിൻ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ ആദ്യത്തെ റുക്ൻ, ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ സ്തംഭം എന്താ? ഇസ്ലാമിൻ്റെ ആദ്യത്തെ പില്ലർ എന്താണ്? റുക്നുൽ ഇസ്ലാം, അർക്കാനുൽ ഇസ്ലാമിൽ ഒന്നാമത്തെ റുക്ൻ എന്താണ്? ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്തല്ല? ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയലാണെന്നാണോ? ആണോ? അല്ലല്ല. പറയാൻ എത്ര ആളുണ്ട് ഇവിടെ? ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവാണ് ആരാധനക്കർഹതയുള്ളവൻ എന്നതിന് ഞാൻ സാക്ഷിയാണ്. ഷഹാദത്ത് എന്ന് പറഞ്ഞ വിറ്റ്നസ് എന്നാണ്. നിങ്ങൾക്ക് റബ്ബ് തആലയെ നിങ്ങളുടെ ചിന്തയിലും നിങ്ങളുടെ മനസ്സിലും ഈ സ്രഷ്ടാവിനെ കാണാൻ കഴിയണം. അള്ളാഹുവിനെ കാണാൻ. അത് അള്ളാഹു എന്ന് പറഞ്ഞ അൽ ഇലാഹ് എന്നാണ്. ഇലാഹ് എന്ന് പറഞ്ഞാൽ എന്താ? അലിഹ. അലിഹ എന്ന് പറഞ്ഞാൽ തവല്ലഹ എന്നൊക്കെ പറഞ്ഞാൽ മതിമറന്ന് സ്നേഹിക്കുക എന്നാണ്. നിങ്ങൾ മതിമറന്ന് സ്നേഹിക്കുന്ന ഒരു സൃഷ്ടാവ്, ആ സൃഷ്ടാവാണ് നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. അവൻ ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾ മരിക്കും,
അവനുദ്ദേശിക്കുന്ന കാലത്തോളം നിങ്ങളിവിടെ ജീവിക്കും. അവനുദ്ദേശിച്ചപ്പോഴാണ് നിങ്ങൾ ജനിച്ചത്. അവൻ്റെ തീരുമാനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ നിയ്യത്തുകൾക്ക് നിങ്ങൾക്ക് രക്ഷയുണ്ടാവും, ശിക്ഷയുണ്ടാവും. ഇതാണ് നമ്മുടെ വിശ്വാസം. ഈ വിശ്വാസം സ്ഥാപിക്കാൻ 13 കൊല്ലം നബി ഞങ്ങളെടുത്തത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ. അത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നിസ്കാരം എളുപ്പമാണ്, പിന്നെ നോമ്പ് എളുപ്പമാണ്, ഹജ്ജ് എളുപ്പമാണ്, സക്കാത്ത് എളുപ്പമാണ്. അള്ളാഹിനെ മനസ്സിലായിട്ടില്ല, ഇതൊക്കെ മതി. പിന്നെ ബാക്കിൽ നിന്ന് ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. മറ്റത് വേണ്ട. സ്വന്തമായിട്ട് അവരിറങ്ങും. ഒരു വിഷമവും അവരെ തളർത്തൂല, ഒരു ദാരിദ്ര്യവും അവരെ വിഷമത്തിലാക്കൂല, ഒരു കടബാധ്യത കൊണ്ടും അവർ പിന്മാറൂല. എന്തേ? അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ ഒരു തീരുമാനം വരുന്നത് വരേക്കും അവർ പ്രതീക്ഷയിലാണ്. എന്തേ? എൻ്റെ കാര്യങ്ങൾ ഇടപെട്ട് നന്നാക്കി തരുന്നത് എൻ്റെ അള്ളാഹുവാണ്. മനുഷ്യർ അതിന് സബബാണ്, കാരണക്കാരാണ്. പക്ഷെ നമ്മൾ സബബിലേക്കാണ് നോക്കുക, മുസബ്ബിബായ അള്ളാഹുവിനെ നമ്മൾ കാണുന്നില്ല. അപ്പം നമുക്ക് അള്ളാഹുവിൻ്റെ മഹത്വം മനസ്സിലാവില്ല. ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അദീം. അദീമായ അള്ളാഹുവിനെ വരെ മനസ്സിലാക്കിയില്ലല്ലോ, അവർ വിശ്വസിച്ചില്ലല്ലോ. അള്ളാഹിനെ വിശ്വസിച്ചിട്ടുണ്ട്, പക്ഷെ അള്ളാഹു എല്ലാറ്റിനും പോന്നവനാണ് എന്ന് അള്ളാഹുവിനെ കുറിച്ച് വിശ്വസിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ മുഅ്മിനീങ്ങളാകുന്നത്. അതാണ് ഈമാൻ. ഈമാൻ എളുപ്പമല്ല. എല്ലാ മുസ്ലിമീങ്ങളും മുഅ്മിനീങ്ങളായിക്കൊള്ളണമെന്നില്ല. എല്ലാവരുടെയും ഈമാൻ ഒരുപോലെ ആവണമെന്നില്ല. പണ്ഡിതന്മാരുടെ ഈമാൻ പോലും ഒരുപോലെ ആവില്ല. പിന്നെ സാധാരണക്കാരുടേത് എങ്ങനെയാണ്? എന്തേ? ഈമാനിൽ അൽ ഈമാനു യസീദു വയൻഖുസു യസീദുഹു ത്വആതു വയൻഖുസുഹുൽ സയ്യിആത്ത്. ഈമാൻ എന്നത് കൂടുകയും കുറയുകയും ചെയ്യും. നന്മ ചെയ്യുമ്പോൾ കൂടുന്നതും തിന്മ ചെയ്യുമ്പോൾ കുറയുന്നതുമാണ് ഈമാൻ എന്ന് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹുൽ ബുഖാരിയിൽ ബാബുണ്ട്. ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യുന്നു. ചില സമയത്ത് മനസ്സിലാക്കും നമ്മൾ, അള്ളാഹു നമ്മൾ ഒരുപാട് അകന്നു പോകും. ചിലപ്പോൾ ഖുർആൻ ഓതാൻ തോന്നൂല, നിസ്കരിക്കാൻ തോന്നൂല, അമല് ചെയ്യാൻ തോന്നുന്നില്ല, ഒരു മജ്ലിസിൽ പോയി ഇരിക്കാൻ തോന്നൂല. എന്തേ? ഒരു തരത്തിൽ ഹൃദയത്തിന് ഒരു സ്റ്റാഗ്നേഷൻ വരും, ഒരു തരം സ്റ്റിൽനെസ്. ഒന്നും വേണ്ട, എനിക്കിപ്പോൾ തോന്നണില്ല. ചില കുട്ടികളൊക്കെ അങ്ങനെ പറയും, എനിക്കിപ്പോൾ തോന്നണില്ല. എന്തുകൊണ്ടെന്നറിയോ? മറ്റൊരു വശത്തേക്ക് നമ്മുടെ കൽബ് പോകുന്നത് കൊണ്ടാണ്. ഇലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് റബ്ബിനെ ഇബാദത്ത് ചെയ്യണമെന്നാണ്. ആ ഇഷ്ടം നമുക്ക് റബ്ബിനോട് നഷ്ടപ്പെട്ടാൽ ആ ഇഷ്ടം ഒരു പെണ്ണിലേക്ക്, ഒരു ബോയിലേക്ക്, ഒരു ഗേളിലേക്ക്, പൈസയിലേക്ക്, കാറിലേക്ക്, ക്രിക്കറ്റിലേക്ക്, ഫുട്ബോളിലേക്ക് ആ ഹുബ്ബ് അങ്ങോട്ട് മാറിപ്പോകും. പിന്നെ നമ്മൾ ആ ഏരിയയിലേ നിൽക്കുള്ളൂ. അള്ളാഹുവിന് കൊടുക്കേണ്ട മഹത്വം കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളതിന് കൊടുക്കേണ്ട ചെറിയ മഹത്വമേ, ചെറിയ വിലയേ അതിനുള്ളൂ. ഇത് മനസ്സിലാക്കണമെന്നാണ്. ഇപ്പോൾ ഇൽമിൻ്റെ മജ്ലിസ്, നമ്മൾ ഇൽമിൻ്റെ മജ്ലിസ് അള്ളാഹു അങ്ങനെ തന്നെ കബൂൽ ചെയ്യട്ടെ. ആമീൻ. ഇത് നമുക്ക് നാളെ നമ്മുടെ തെറ്റുകൾ പൊറുക്കപ്പെടാൻ അള്ളാഹു കാരണമാക്കി തരട്ടെ. അള്ളാഹുവിൻ്റെ ഒരു മസ്ജിദിലോ ഇനി മസ്ജിദ് അല്ലാത്തിടത്തോ അള്ളാഹുവിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ ആരെങ്കിലും ഒരുമിച്ച് കൂടിയാൽ എന്താ പറഞ്ഞതിനർത്ഥം? നിങ്ങൾക്ക് നടന്നു പോവുകയാണ്, കുറച്ച് ഇൽമ കിട്ടൂലേ? നിങ്ങൾ യൂട്യൂബിൽ നോക്കുന്നു, ഇൽമ കിട്ടൂലേ? കിട്ടും. ഏതെങ്കിലും ഒരാളോട് നേരെ വിളിച്ച് സംശയിക്കുന്ന മനസ്സിലായി. ഇൽമിൻ്റെ മജ്ലിസിൽ ഒരാൾ ഇരുന്നാൽ എന്ത് സംഭവിക്കുന്നതാണ്? ഇല്ലാ നസലത്ത് അലൈഹിമുസ് സകീന, അവരിലേക്ക് അല്ലാഹു സമാധാനം ഇറക്കി കൊടുക്കും. സമാധാനം ഇറക്കി കൊടുക്കുന്ന പറഞ്ഞാൽ എന്താ? അസമാധാനങ്ങളൊക്കെ പോകും, ടെൻഷൻ പോകും. ഇൽമിൻ്റെ മജ്ലിസിൽ ഇരുന്നാൽ. ഇൽമ കിട്ടാനല്ല പറഞ്ഞത്, ഇൽമ കിട്ടാൻ നിങ്ങൾ വായിച്ചാൽ മതി, പുസ്തകം വായിച്ചാൽ കിട്ടും. ചിലപ്പോൾ ഇൽമിൻ്റെ മജ്ലിസിൻ്റെ പ്രത്യേകത ഒരുപാട് മുഅ്മിനീങ്ങളുടെ ഈമാൻ തുളമ്പുന്ന, ഈമാൻ നിറഞ്ഞു നിൽക്കുന്ന ഹൃദയങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്ത് ഇരിക്കുമ്പോൾ കിട്ടുന്നൊരു പോസിറ്റിവിറ്റി ഉണ്ട്. ഇത് നിങ്ങൾ ഗാലറി പോയി കളി കണ്ടാൽ കിട്ടൂല. വനസലത്ത് അലൈഹിമുർ റഹ്മ, അള്ളാഹുവിൻ്റെ റഹ്മത്ത് അവിടെ ഇറങ്ങും എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹിൻ്റെ അദാബ് അവിടെ നിന്ന് പോകും. റഹ്മത്തും അദാബും ഒപ്പം നിൽക്കുമോ? ഈ മുഅ്മിനീങ്ങൾ അള്ളാഹു റഹ്മത്ത് ചെയ്യും. എപ്പോൾ? നിങ്ങൾ ഇൽമിൻ്റെ മജ്ലിസിൽ പോയിരുന്നാൽ അവിടെ റഹ്മത്തുണ്ട്, അദാബ് പോകും. വഹഫത്തുഹുമുൽ മലായിക, അള്ളാഹുവിൻ്റെ മലക്കുകൾ അവരങ്ങനെ കൂട്ടിപ്പിടിക്കും. അങ്ങനെയുള്ള സ്നേഹത്തോടെ ഒരാളെ കൂട്ടിപ്പിടിക്കുമ്പോൾ ഒരു വല്ലാത്ത ഫീലായിരിക്കും. മലക്കുകൾ കൂട്ടിപ്പിടിക്കും. അപ്പം എന്താ? ശൈത്താന്മാർ തൊടാണ്ടാവില്ല അവിടെ, മറ്റിടത്ത് ശൈത്താന്മാരെ കൂട്ടിപ്പിടിക്കുക. വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദ, അവരെ പറ്റി റബ്ബ് അഭിമാനം പറയും. എന്തേ? നമ്മുടെ ആ സമയം നമ്മൾ അള്ളാഹുവിന് വേണ്ടി ചെലവഴിച്ചപ്പോൾ ബാക്കിയുള്ള വശങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളുടെ അടർത്തി മാറ്റിയെടുത്ത് മനസ്സിന് റഹ്മത്തും മനസ്സിന് സമാധാനവും അള്ളാഹുവിൻ്റെ അദാബിൽ നിന്ന് മോചനവും മജ്ലിസിലിരിക്കുന്ന ആൾക്കാർക്ക് കിട്ടും. ദുആക്ക് ഉത്തരവും കിട്ടും. ഇത് ഇൽമ് നടന്നു പോയാലും കിട്ടും. ചിലപ്പോൾ സൈഡിൽ കൂടെ അങ്ങനെ പോവാണ്, സെൻറ്ററിലേക്ക് വന്ന് വാതിൽ തുറന്നു നോക്കി അവിടെ തരാം, ഞാൻ പോട്ടെ, ഒരാൾക്ക് വേണമെങ്കിൽ പോവാം, അല്ലെങ്കിൽ എനിക്ക് വേറെ എന്താ പണിയാണ്, ഞാൻ അതിന് വന്നതാണ്, ഇപ്പോൾ എടുക്കട്ടെ, ഇൽമ് കേൾക്കാൻ എനിക്ക് സമയമില്ല.
ഇൽമിൻ്റെ മജ്ലിസിലിരിക്കുന്ന കൂലി കിട്ടൂല. ആ മജ്ലിസിലിരുന്നാൽ അവർക്ക് റഹ്മത്ത് കിട്ടും, അള്ളാഹു സമാധാനം കൊടുക്കും, അള്ളാഹുവിൻ്റെ മലക്കുകൾ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നതാണ്. അപ്പോൾ ബാക്കിയുള്ളതെന്നൊക്കെ അള്ളാഹു നമ്മൾ അടർത്തി മാറ്റുക. ശൈത്താന്മാരുണ്ടാവില്ല, അദാബുണ്ടാവില്ല, ടെൻഷനും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ അനുഭവിക്കാൻ കഴിയും. നമ്മൾ ഖുർആൻ ക്ലാസ്സിൽ നിങ്ങളൊരു ചിലപ്പോൾ ഒരു ഇൻ്റർവെൽ നിങ്ങൾ കുറേ കാലം ക്ലാസ്സിലൊന്നും വന്നില്ല, വല്ലാത്തൊരു ഫീലായിരിക്കും മനസ്സിന്. മുമ്പ് ഇത് അനുഭവിച്ചവർക്ക് പിന്നെ ഇത് മിസ്സാവും. പടച്ചോനേക്ക് വരാൻ പറ്റുന്നില്ലല്ലോ, ഒരു ടെൻഷൻ വരും. വന്നിരിക്കുമ്പോൾ എന്തോ ഒരു സമാധാനം തോന്നും. എന്തേ? നിങ്ങൾ അറിഞ്ഞ അറിവ് തന്നെയായിരിക്കും കേൾക്കുന്നുണ്ടാവുക, നിങ്ങൾ മുമ്പ് കേട്ടത് തന്നെയായിരിക്കും കേൾക്കുന്നുണ്ടാവുക. ദീനിൽ പുതിയത് ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പോൾ ഒരു മജ്ലിസിന് അള്ളാഹു തആല കൂലി കൊടുക്കും. എന്തേ? അവർ അള്ളാഹുവിനെ തിരഞ്ഞെടുത്തതല്ലേ. അപ്പോൾ അള്ളാഹു തആല റബ്ബിന് വേണ്ടി അള്ളാഹു അവരെ അഭിമാനത്തോടെ റബ്ബ് ഏറ്റെടുക്കും. അള്ളാഹു അങ്ങനെ നമ്മളെ ഏറ്റെടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹുവിൻ്റെ അളമത്ത് നമ്മൾ മനസ്സിൽ ഇന്നൊരു രോഗമുണ്ട് എന്ന് പറയും, ആലിമീങ്ങളൊക്കെ പറയും. ഇന്നത്തെ കാലത്തൊരു രോഗമെന്ന് പറഞ്ഞാൽ അൽ മറദു സ്വാമിത്, ദ സൈലൻസ് ഡിസീസ്, ദ സൈലൻറ്റ് ഇൽനെസ്. എന്താണ് ആ രോഗം എന്നറിയോ? ഒരു സിഗ്നലും തരാത്തൊരു അസുഖമുണ്ട് ഇന്ന് ബഹുഭൂരിഭാഗം ആളുകൾക്ക്. ആ രോഗത്തിൻ്റെ ഒരു ലക്ഷണവും പുറത്ത് കാണില്ല. ആ അസുഖത്തിൻ്റെ പേരാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം തന്നവനെ മനസ്സിലാക്കാതെ ജീവിക്കുക എന്ന് പറഞ്ഞ്. അതൊരു അസുഖമാണ്. ഒരു 500 കൊല്ലം മുമ്പ് ജീവിച്ച ഒരാളുടെ മുമ്പിലേക്ക് നമുക്ക്, ഇഫ് യു ക്യാൻ ട്രാവൽ ബാക്ക് ഇൻ ടൈം, അങ്ങനെ കഴിയുമെങ്കിൽ 1000 കൊല്ലം മുമ്പ് ഇവിടെ ജീവിച്ചു പോയൊരു മനുഷ്യനെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുകയും ആ മനുഷ്യൻ്റെ മുമ്പിൽ ചെന്ന് നിങ്ങൾ പറയാൻ, ഞാൻ വരുന്നതേ, ഞാനിപ്പോൾ ഫ്ലൈറ്റിലാണ് വന്നത്, എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്, ഞങ്ങൾക്കിപ്പോൾ വലിയ ദൂരങ്ങളൊക്കെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഞങ്ങളൊക്കെ കൊല്ലങ്ങളെടുത്തിട്ടുണ്ട് ഒരു സ്ഥലത്തേക്ക് പോകാൻ. ഞങ്ങൾ മക്കളെ കാണണം, മാതാപിതാക്കളെ കാണണം, ഭാര്യയെ കാണണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു മൊബൈൽ ഫോണുണ്ട്. അതിൽ ടാപ്പ് ചെയ്താൽ അതിൽ ഞങ്ങൾ ചില ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവരെ കണ്ട് സംസാരിക്കാൻ പറ്റും. ഞങ്ങളുടെ നാട്ടിൽ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അവിടെ ചെന്ന് അന്തം വിടും. ഏതാ എടുക്കേണ്ടത്? പാല് തന്നെ 150 തരം, ചീസ് 50 തരം, പച്ചക്കറികളുടെ വെറൈറ്റി, ഫ്രൂട്ട്സ്, ഇതൊക്കെ ഞങ്ങൾക്ക് ഒരു ഷോപ്പിൻ്റെ ഉള്ളിൽ, ഒറ്റ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് വേണ്ടത് തിരഞ്ഞെടുക്കാം. ഞങ്ങൾക്ക് വാഹനങ്ങളുണ്ട്. നിങ്ങൾ വണ്ടി കേടെന്ന് വിചാരിക്കാം, അപ്പോഴേക്ക് ഊബർ ടാക്സി വരും, ഡ്രൈവർ വരും. പിന്നെ ഭക്ഷണം വിശക്കുന്നുണ്ട്, തലബാത്ത് ഡെലിവറു. ഇങ്ങനെയുള്ള ലോകത്താണ് ഞങ്ങൾ നിൽക്കുന്നു പറഞ്ഞ് അവർ പറയും, നിങ്ങൾ വരുന്നത് ജന്നത്തുൽ ഫിർദൗസിൽ നിന്നാണ്. എവിടെയാണ് സ്ഥലം എന്ന് പറഞ്ഞതാന്ന് പറയും. എന്തുകൊണ്ട് നമുക്കത് ബോധിക്കുന്നില്ല? നമുക്ക് തോന്നുന്നില്ലല്ലോ അത്. ആ അസുഖത്തിൻ്റെ പേരാണ് ദ സൈലൻറ്റ് ഡിസീസ്, മൗനിയായ അസുഖം. അള്ളാഹുവിൻ്റെ നിഅമത്തിന് വില കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല. നമ്മൾ അനുഭവിക്കുന്ന നിഅമത്തിൻ്റെ വില എത്രയാണെന്ന് നമുക്കോ നമ്മുടെ മക്കൾക്കോ മനസ്സിലാവുന്നില്ല. അതാണ് വിഷയം. നമ്മുടെ കൂടെ ഇല്ലാത്തതിനെ നമ്മൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കാൻ, നമുക്ക് കിട്ടാതെ മറ്റൊരാൾക്ക് കിട്ടിയത് അതുപോലെ എനിക്കായില്ലല്ലോ എന്ന് കമ്പയർ ചെയ്തുകൊണ്ടിരിക്കാൻ, നമ്മുടെ ശരീരത്തിലുള്ള നിഅമത്ത്, അള്ളാഹു തന്ന മഹത്വം നമ്മൾ ഇടിച്ച് തകർത്ത് വില കൊടുക്കാതെ നമ്മൾ നിൽക്കാൻ. ആരോഗ്യമുണ്ട്, നമ്മൾ ബില്യനേഴ്സാണെന്ന്. ആരോഗ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ കിഡ്നി പോയിട്ടില്ലല്ലോ. നിങ്ങൾ ഡയാലിസിസ് ചെയ്യുന്നുണ്ടോ ഡെയിലി 2 വട്ടം 3 വട്ടം? ഇല്ല. നിങ്ങളുടെ ഹാർട്ടിന് കാര്യമായ പ്രശ്നമുണ്ടോ? ഇപ്പോൾ ഫിക്സ് ചെയ്തിട്ടില്ലേ? ഉണ്ടെങ്കിൽ ഉണ്ട്, നിങ്ങൾ മില്യനെയറാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കുക എന്താ, എനിക്ക് അതില്ലല്ലോ, ഇതില്ലല്ലോ, അത് കിട്ടിയില്ലല്ലോ, ഇത് കിട്ടിയില്ലല്ലോ. നിങ്ങൾക്ക് കിട്ടിയതിന് അള്ളാഹു നിഅമത്ത് ശുക്ർ എന്ന് പറഞ്ഞ വാക്ക്, വഖലീലുൻ മിൻ ഇബാദിയ ശകൂർ, അള്ളാഹുവിന് നന്ദി ചെയ്യുന്നില്ല. നമ്മുടെ നിഅമത്ത് എത്ര വലിയ നിഅമത്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അസുഖം. ഈ അസുഖത്തിലാണ് ഇന്ന് ലോകം പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് അനുഗ്രഹത്തിൻ്റെ വില അറിയുന്നില്ല. അനുഗ്രഹം അറിയുന്നത് മുൻഇമായ അള്ളാഹുവിനെയാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ കാണുക. നിങ്ങളൊരു ഗിഫ്റ്റ് തന്നാൽ ആ ഗിഫ്റ്റ് തരുന്നതിന് നിങ്ങൾക്ക് നന്ദി പറയുന്നതോടൊപ്പം ആ ഒരു തോന്നൽ നിങ്ങളുടെ കൽബിലുണ്ടാക്കി തന്ന അള്ളാഹുവിനാണ് നമ്മൾ നന്ദി പറയാം. പരമമായ നന്ദി അള്ളാഹുവിനാണ്. മുഅ്മിനീങ്ങൾ അങ്ങനെയാണ്. അല്ലാത്തവർ കിട്ടുന്ന പൈസയിലേക്ക് നോക്കുക, അതിപ്പോൾ എത്ര ഉണ്ട് അല്ല, ഇത് എത്രയാണെങ്കിലും അള്ളാഹുവേ നീയാണല്ലോ എനിക്കിത് കൊണ്ടുതന്നത്. യാ അല്ലാ, അല്ലാഹുമ്മ ലക്കൽ ഹംദ്. മുഅ്മിൻ നിഅമത്തിലേക്കല്ല നോക്കുക. ആരിലേക്കാണ് നോക്കുക? നിഅമത്ത് തന്നവനിലേക്കാണ് നോക്കുക. മുൻഇമായ അള്ളാഹുവിലേക്കാണ് നോക്കുക. അള്ളാഹു അദീമാണ്. നമുക്കൊക്കെ എണ്ണമറ്റ നിഅമത്ത് അള്ളാഹു തന്നിരിക്കുകയാണ്. ഒരു നിഅമത്ത് നിങ്ങൾക്ക് എണ്ണി നോക്കാൻ പറ്റിയാൽ, അതിനെ നിങ്ങൾക്ക് പാർട്ടായിട്ട് വിഭജിച്ച് നോക്കാൻ പറ്റിയാൽ, നിങ്ങൾക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റൂല എത്രയാണിത്. ലിമിറ്റില്ല.
പക്ഷേ നമുക്ക് അള്ളാഹുവിന് നന്ദി ചെയ്യാൻ തോന്നുന്നില്ല. നിങ്ങൾ സ്വർഗത്തിലാണ് എന്ന് 1000 കൊല്ലം മുമ്പ് ജീവിച്ച ഒരാൾ പറയുമ്പോഴും നമ്മൾ സ്വർഗത്തിൻ്റെ വാതിൽക്ക് എത്തിയിട്ടുണ്ട് നമുക്ക് തോന്നുന്നില്ല. നമ്മൾ ജന്നത്തുൽ അർദിലാണ്, ഭൂമിയിലെ സ്വർഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തൊക്കെ പ്രയാസങ്ങളുണ്ടെങ്കിലും, ആർക്കും പ്രയാസമില്ലാത്തത് എല്ലാവർക്കും ഉണ്ട്, എന്നാലും നമ്മൾ സ്വർഗത്തിലാണ്. ഇതൊക്കെ അറിയുമ്പോഴാണ് അള്ളാഹു നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിനൊന്നും അള്ളാഹു ഒന്നും ഇടപെടുന്നില്ല, ഇതൊക്കെ നമ്മുടെ ജോലി, നമ്മുടെ അധ്വാനം, നമ്മുടെ പൈസ അല്ലല്ല. നിങ്ങളെപ്പോലെ നിങ്ങളിലേറെ ക്വാളിഫൈഡായ ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളെപ്പോലെ അല്ല കൊടുത്തിട്ടുണ്ടാവില്ല. നിങ്ങളിലേറെ ആരോഗ്യമുള്ളവരുണ്ട് ഇവിടെ, അവർക്കല്ല കൊടുത്തിട്ടുണ്ടാവില്ല. നിങ്ങളേറെ വിദ്യാഭ്യാസമുള്ളവരുണ്ട്, അവർക്കല്ല കൊടുത്തിട്ടുണ്ടാവില്ല. പിന്നെ അള്ളാഹു അവർക്കും നിങ്ങൾക്കും നൽകുന്നത് അതാഉം മിനല്ലാഹി വഫളൽ, അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. അതുകൊണ്ട് അള്ളാഹു അദീമാണ്. ഇത് മനസ്സിലാക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യന് അമൽ കുറഞ്ഞാലും രക്ഷപ്പെട്ടു പോകും മുഅ്മിനെ. അതാ ഇത് നിങ്ങളുടെ ഖൽബിൽ വേണം. ഏത് സമയത്തും മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹു എനിക്ക് വേണ്ടി അവരിലൂടെ ചെയ്യിപ്പിക്കുകയാണ്. ഇത് നമ്മൾ മനസ്സിലാവണം. നമ്മുടെ സ്റ്റാഫ്, നമ്മുടെ മാനേജർ, നമ്മുടെ എംപ്ലോയർ, നമ്മുടെ നാട്, നമ്മുടെ ഭരണാധികാരികൾ, നാട് ഭരിക്കുന്നവർ, രാഷ്ട്രീയ പാർട്ടിക്കാർ, എന്തൊക്കെ നടന്നാലും ഇത് എൻ്റെ റബ്ബ് നിശ്ചയിച്ച അമലുകൾ മനുഷ്യരുടെ കരങ്ങളിലൂടെ അള്ളാഹു നടത്തുകയാണ്. അതിന് അള്ളാഹുവിന് ചില തന്ത്രങ്ങളും ഹിക്മത്തുമുണ്ട്. എനിക്ക് ചിലപ്പോൾ അറിഞ്ഞു എന്ന് വരും, അറിഞ്ഞില്ല എന്ന് വരും. അതാണ് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള നമ്മുടെ വിശ്വാസം. അത് മനസ്സിലായിട്ടേ അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ മനസ്സിലാക്കിയിട്ട് കാര്യമുള്ളൂ. അള്ളാഹുവിൻ്റെ മഹത്വം മനസ്സിലാക്കുന്നതിൻ്റെ മുമ്പ് അള്ളാഹുവിൻ്റെ അമാലുകൾ, പ്രവർത്തനങ്ങളാണ് നമുക്ക് ചുറ്റും നടക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അതുകൊണ്ട് അള്ളാഹു അഹദാൻ, അള്ളാഹു അദീമാണ്. വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. ولمن خاف مقام ربه جنتان فبأي آلاء ربكما تكذبان. ولمن خاف مقام ربه جنتان. അള്ളാഹുവിൻ്റെ മഹത്വം മനസ്സിലാക്കി അള്ളാഹുവിനെ പേടിച്ചവർക്കുണ്ട് എന്തുണ്ട്? ജന്നതാൻ, 2 സ്വർഗങ്ങളുണ്ട്. സൂറത്തുർ റഹ്മാൻ. അള്ളാഹുവിൻ്റെ മഹത്വം മനസ്സിലാക്കി പേടിച്ചവർ. അള്ളാഹുവിൻ്റെ അദാബ് പേടിക്കൽ, ഓക്കെ, പേടിക്കണം. പക്ഷെ ഞാൻ തെറ്റ് ചെയ്ത്, ഇത്ര വലിയൊരാളോട് ഞാൻ തെറ്റ് ചെയ്ത് പോയല്ലോ റബ്ബേ. സുഫിയാനു സൗരി നിങ്ങൾ പറഞ്ഞ എനിക്ക് നാണം തോന്നണം, അള്ളാഹു എനിക്ക് പുറത്തു തന്നാലും ഞാൻ അള്ളാഹിനോട് ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പം നിങ്ങളുടെ ഒരു മാനേജറെ നിങ്ങൾ ചീത്ത വിളിച്ചു, ഒരുത്തും പോയി കൊളുത്തി കൊടുത്തു. നിങ്ങൾക്ക് ആ മാനേജർ മാപ്പ് തന്നെന്ന് വിചാരിക്കുക. എന്നാലും മൂപ്പരെ മുമ്പിൽ മീറ്റിങ്ങിന് പോയിരിക്കും ഒരു ജാള്യ തോന്നൂലേ? എന്നാലും ഇപ്പം ഞാൻ പറഞ്ഞു, മൂപ്പര അറിഞ്ഞിട്ടുണ്ടല്ലോ, മൂപ്പരത് നിങ്ങളോട് പറഞ്ഞിട്ട് പോലുമില്ല. പക്ഷെ നിങ്ങളുടെ മുഖത്തൊരു ജാള്യത വരൂലേ? എൻ്റെ റബ്ബിനെ ഞാൻ എങ്ങനെയാണ് മീറ്റ് ചെയ്യുക? പടച്ചോ, ഞാൻ ചെയ്ത തെറ്റ് പുറത്തെന്നാലും ഇതൊക്കെ ഞാൻ ചെയ്തു കൂട്ടിയതാണല്ലോ. അതൊരു ഖൗഫാണ്, അതൊരു പ്രത്യേകതരമായ ഭയമാണ് അള്ളാഹുവിനെ. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി. ഈ ആയത്തിറങ്ങിയത് സുദ്ദീഖ് തങ്ങളുടെ വിഷയത്തിലാണെന്ന് റളിയല്ലാഹു തആല അൻഹു. നരകത്തെ സംബന്ധിച്ചും സ്വർഗത്തെ സംബന്ധിച്ചൊക്കെ മഹാനവറുകൾ ചിന്തിച്ച് ഈ പ്രപഞ്ചത്തിൻ്റെ വലുപ്പവും വണ്ണവും ആലോചിച്ച്, അള്ളാഹുവേ, ഞാനെങ്ങാനും നരകത്തിലാണ് ചെന്ന് പെടുന്നതെങ്കിൽ ലൈതനി ഉമ്മി ലം തലിദിനി യാ ലൈതനി കുൻതു ഖുദറ തഅകുലുഹു അദ്ദവാബ് അലഫ. പടച്ചവനെ, എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അള്ളാഹുവെ, ഞാനൊരു പച്ച ചെടിയോ ഇലയോ ആയി മൃഗങ്ങൾ എന്നെ തിന്ന് ചവച്ചു തുപ്പുന്ന, അല്ലെങ്കിൽ അവരുടെ മാലിന്യമായി മാറുന്ന വിധം ഞാനൊരു പുല്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ റബ്ബേ എന്ന് പറഞ്ഞ് സുദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇരുന്ന് പെടഞ്ഞ് കരഞ്ഞിട്ടുണ്ട് മഹാനവറുകൾ. ആ സമയത്തിറങ്ങിയ ആയത്താണിത്. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. അള്ളാഹുവിൻ്റെ മഹത്വം മനസ്സിലാക്കി, അള്ളാഹുവിനെ മനസ്സിലാക്കി, പടച്ചവൻ്റെ മഹത്വം മനസ്സിലാക്കി പേടിക്കുന്നവർ, അവർക്ക് 2 സ്വർഗമുണ്ട്. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അതുകൊണ്ട് അള്ളാഹു എനിക്ക് പുറത്തു തന്നാലും അതൊക്കെ ചെയ്തു കൂട്ടി. അള്ളാഹു നമുക്കൊക്കെ പുറത്തു തരട്ടെ. അള്ളാഹുവിനത് വിഷയമല്ല. യഗ്ഫിറു ലിമൻ യശാ. അള്ളാഹു ആർക്കും എന്തും പുറത്തു കൊടുക്കും. അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി. അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് അള്ളാഹുവിൻ്റെ കഴിവുണ്ട് എന്ന് വിശ്വസിക്കാൻ ഒരിക്കലും പാടില്ല. അള്ളാഹുവിൻ്റെ ഒരു സിഫത്തും, പടച്ചതമ്പുരാൻ എല്ലാം അറിയുന്നവൻ, അള്ളാഹു എല്ലാം കഴിയുന്നവനാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ ഇൽമ്, റബ്ബിൻ്റെ ഖുദ്റത്ത് അത് സൃഷ്ടികളെപ്പോലെ അല്ലേ? അല്ല, ഒരാളെപ്പോലെയുമല്ലല്ലോ. ആ വിശേഷണങ്ങൾ അള്ളാഹു അല്ലാത്തവർക്ക് കൊടുക്കാൻ പാടില്ല. അതിനാണ് ശിർക്ക് എന്ന് പറയാം.
13 കൊല്ലക്കാലം നബി തങ്ങൾ പഠിപ്പിച്ചത് അതാണ്. നിങ്ങൾ ഷിർക്കിലേക്ക് പോകരുത്, അള്ളാഹുവിൻ്റെ മഹത്വം മനസ്സിലാക്കുക. അള്ളാഹു മനുഷ്യർക്ക് കഴിവെടുത്തിട്ടുണ്ട്, ജിന്നുകൾക്ക് കഴിവെടുത്തിട്ടുണ്ട്, മലക്കുകൾക്ക് കഴിവെടുത്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ ദാതാവാരാണ്? അള്ളാഹുവാണ്. നിങ്ങൾ കണ്ണീറിനെ പേടിക്കുന്നുണ്ടെന്ന് വിചാരിച്ചോ, കണ്ണ് കൊണ്ടുകൊണ്ടേയിരിക്കും നിങ്ങൾക്ക്. എന്തേ? നിങ്ങൾ സൂറത്തുൽ ബഖറയൊക്കെ ഓതുന്നുണ്ട് കണ്ണീർ കൊള്ളാം, പക്ഷെ സൂറത്തുൽ ബഖറ ഓതുകയാണെങ്കിലും പേടി കണ്ണുകൊള്ളുമെന്നാണ്. നിങ്ങൾ പേടിക്കുന്നത് ജിന്നിനെയാണ്, പിശാച്ചിനെയാണ് പേടിക്കുന്നത്. അള്ളാഹു ആ വശത്തു നിന്ന് തന്നെ നിങ്ങൾക്ക് അടി തരും. കണ്ണീർ കൊള്ളൂല എന്നല്ല പറയാം, കണ്ണീർ ഹക്കാണ്, അൽ ഐനു ഹക്കുൻ. പക്ഷേ കണ്ണ് കൊണ്ടാൽ പോലും അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തും, നിങ്ങൾക്ക് അള്ളാഹുലാണ് വിശ്വാസമുള്ളതെങ്കിൽ. ഇപ്പം സിഹിറിനെ പേടിക്കുക, സിഹിർ പറ്റുമോന്ന് പേടിച്ചടക്കാൻ. പിശാചിക്ക് ഇന്ന കൈദ ശൈത്വാനി കാന ദഈഫ, പിശാചിൻ്റെ കഴിവ് ദുർബലമാണ്. ഹി ഈസ് വീക്ക്. അള്ളാഹു ആണെങ്കിലോ ദ ഓൾമൈറ്റി, എൻ്റെ റബ്ബ് എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അതുകൊണ്ട് ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ഖൽബ് ഇത്തരം നിസ്സാരമായ വിഷയത്തിലേക്കല്ല പോവേണ്ടത്. പിന്നെയോ അള്ളാഹുവിനെ സംബന്ധിച്ച് ആലോചിക്കേണ്ടത്, എൻ്റെ റബ്ബൻ്റെ കൂടല്ലേ ഖല്യ വല്യ. ഇതാണ് ഈമാൻ. മഹാനായ ശംസുൽ ഉലമയെ സംബന്ധിച്ച് അങ്ങനെ താക്കോസ്താദ് എന്നോട് പറഞ്ഞിരുന്നു. നമ്മുടെ താക്ക അഹമ്മദ് മുസ്ലിം മംഗലാപുരം ഖാദി ബഹുമാനപ്പെട്ട് പറഞ്ഞിരുന്നു. ഈ സിഹറിൻ്റെ വിഷയമൊക്കെ ചർച്ച വന്നപ്പോൾ ഞാൻ ഉസ്താദ് ഒറ്റയ്ക്ക് ഉണ്ടായിട്ടുള്ളൂ എന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒമാനിൽ വെച്ചിട്ട്. ഉസ്താദ് പറ, മഹാനായ ശംസുൽ ഉലമ അവർക്ക് പേടില്ലായിരുന്നു ഈ സിഹറൊന്നും. ആക്ക് വരുന്നറിയാം, അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നറിയാം, പക്ഷേ പേടില്ലായിരുന്നു. പേടിക്കരുത് എന്ന് പറഞ്ഞു. പേടിയാണ് പ്രശ്നം. കാരണം നിങ്ങൾ പേടിക്കുന്നത് പിന്നെ അള്ളാഹുവിനെയല്ല, നിങ്ങൾ പേടിക്കുന്നത് സിഹറിനെയാണ്. നിങ്ങൾ പേടിക്കുന്നത് പിന്നെ ആരെയാണ്? കണ്ണേറിനെയാണ് പേടിക്കുന്നത്. ആരെയാണ് പേടിക്കേണ്ടത്? അള്ളാഹുവിനെയാണ്. അപ്പോൾ 3 ദിവസം സൂറത്തുൽ ബഖറ ഓതിയാൽ ഒരു പിശാച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുന്നതാണ്. 3 ദിവസം അൽ ബഖറ ഓതിയാൽ. അപ്പോൾ 30 ദിവസം അൽ ബഖറ ഓതിയാലും പോയില്ല എന്ന് വരും. എന്താ കാരണം എന്നറിയോ? പേടിയാണ്. കുറച്ചവനെ സിഹർ വരുമോ, സിഹർ വരുമോ, സിഹർ വരുമോ. നിങ്ങൾ പേടിച്ചത് പിശാച്ചിനെയാണ്. അതിന് പേടിക്കണ്ട. പനിയെ പേടിക്കാൻ പറ്റുമോ? പനി വന്നാൽ മരുന്ന് കുടിക്കണം, ഡോക്ടറെ കാണിക്കണം. എന്ന പോലെ ഒരു അസുഖം വന്ന്, സിഹർ വന്നു, ഐന് വന്നു, അള്ളാഹു തആല പറഞ്ഞ ചികിത്സയല്ല അതിന്. ആ ചികിത്സയിലൂടെ തന്നെ അള്ളാഹു പരിഹാരം തരും. നമ്മൾ ഇന്ന് ചെയ്യുന്നതൊക്കെ അള്ളാഹു നിസ്സാരവും ദുർബലവുമാണെന്ന് പറഞ്ഞതിനെ വല്ലാണ്ട് പേടിച്ചു. ആരെ മറന്നു? അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനെ മറന്നു. കൊറോണ വന്നപ്പോഴും അതന്നെ ഉണ്ടായത്. പേടിച്ചത് കൊറോണ വൈറസിനെയാണ്, അള്ളാഹിനല്ലേ പേടിച്ചത്. കൊറോണ പേടിച്ചവരെ നമ്മൾ അള്ളാഹിനെ പേടിച്ചിട്ടുണ്ടെങ്കിൽ സ്വർഗം കിട്ടിയേനെ. എന്തൊരു പേടിയാണ് പേടിച്ചത്? ഒന്ന് തൊടുവോ? അവിടെ ഉണ്ടോ? ഇവിടെ എയറിൽ മുമ്പ് നേരത്തെ തുമ്മിയതിൻ്റെ അംശം ഇവിടെ ബാക്കി ഉണ്ടാവുമോ? എനിക്ക് കിട്ടുമോ? ഞാൻ മരിക്കുമോ? സൂക്ഷിക്കണം. പേടിക്കേണ്ടത് ആരെയാണ്? അള്ളാഹുവിനെയാണ്. ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അദീം. ഇത് പഠിപ്പിക്കാനാ 13 കൊല്ലം അഷ്റഫുൽ ഖൽഖ് തങ്ങൾ ചെലവഴിച്ചത്. ദാറുൽ അർഖമിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഴുവൻ അധ്വാനവും പോയത് മുഅ്മിനീങ്ങളുടെ ഖൽബിൽ ഈമാൻ നിറക്കാനാണ്. അത് കഴിഞ്ഞിട്ടാണ് നിസ്കാരം നിർബന്ധമാവുന്നത്. 13 കൊല്ലം നിസ്കരിച്ചിട്ടില്ല മുഅ്മിനീങ്ങൾ. സുന്നത്ത് നിസ്കാരം, നബി തങ്ങൾക്ക് നിസ്കാരമുണ്ട്, നിർബന്ധമാണ്. തങ്ങൾ നോമ്പെടുത്തിട്ടുണ്ട് മക്ക കാലഘട്ടത്തിൽ. പക്ഷേ മുസ്ലിമീങ്ങൾക്ക് നിസ്കാരം നിർബന്ധമായിരുന്നില്ല. സക്കാത്തായില്ല, ഹജ്ജായില്ല, നോമ്പായില്ല, കള്ള് ഹറാമാക്കിയിട്ടില്ല. അതൊക്കെ എപ്പോഴാണെന്നറിയോ? അള്ളാഹു ആരാണെന്ന് മനസ്സിലായി. അതുകൊണ്ടല്ലേ സ്വഹാബിമാർ ബദറിലേക്ക് ഇറങ്ങിയത്. അവർക്ക് അള്ളാഹുവിനെ മനസ്സിലായിട്ടുണ്ട്. പിന്നെ 1000 കല്ലുവല്ലി പേടില്ല. അള്ളാഹുവിനെ ഇത് മനസ്സിലാക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് അർത്ഥമില്ലാത്തൊരു ജീവിതമാണ്. അള്ളാഹുവിനെ മനസ്സിലായില്ല, എന്ത് പിന്നെ ഉള്ളത്? ഈ ലോകത്തിനൊരു സൃഷ്ടാവ് വേണമെന്നവർക്ക് ബോധിച്ചിട്ടില്ല ഇതുവരെ. അതിലേറ്റവും സത്യസന്ധമായ മെസ്സേജാണ് വിശുദ്ധ ഖുർആനും അഷ്റഫുൽ ഖൽഖ് എന്ന റസൂലുള്ളാഹി തങ്ങളും എന്ന് മനസ്സിലായിട്ടില്ല. പിന്നെ ലൈഫ് ഈസ് വേസ്റ്റ്. ഒരു കാര്യമില്ല. മക്കൾ പഠിക്കുന്നുണ്ട്, മെഡിസിന് പഠിക്കുന്നു. ഇപ്പം നമ്മൾ നീറ്റ് എക്സാം എഴുതുന്നു, ഭയങ്കര ടെൻഷനായിരിക്കും. മെഡിസിന് 4 കൊല്ലം, ചിലപ്പോൾ 5 കൊല്ലം, 6 കൊല്ലം പഠിക്കും. ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് വേറെയും ചില എക്സാം സെറ്റ് ചെയ്യും. അങ്ങനെ ഒരു 14-15 വയസ്സിൽ നിന്ന് പ്ലാൻ ചെയ്ത് തുടങ്ങി കുട്ടിക്കൊരു 25-26 വയസ്സാകുമ്പോൾ മെഡിസിൻ പാസ്സായിട്ട് MBBS പാസ്സായിട്ട് ഇറങ്ങി വരും. അപ്പോൾ ഗവൺമെൻറ് ജോലി എടുക്കും എവിടെയെങ്കിലും ഒരു കുഗ്രാമത്തിലെ ക്ലിനിക്കിൽ. അൽഹംദുലില്ലാഹ് ഗവൺമെൻറ് ജോലിയാണ്, ഓൻ സന്തോഷിച്ച് പോവാണ്. നീണ്ട 10-12 വർഷത്തെ മനുഷ്യൻ്റെ അധ്വാനം കഴിഞ്ഞിട്ട് കിട്ടുന്നത് ഒരു ചെറിയ ഗ്രാമത്തിലാണെങ്കിൽ നിങ്ങൾ സന്തോഷിക്കുന്നുണ്ട് അല്ലേ? അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനെ കിട്ടാൻ വേണ്ടി നമ്മൾ എത്രയാണ് അധ്വാനിച്ചത്? അള്ളാഹുവിനെ കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ അധ്വാനിച്ചത്? റബ്ബ് തആലയെ കിട്ടാൻ വേണ്ടി നമ്മൾ എത്രത്തോളം ആഗ്രഹിച്ചു? നമ്മൾ ആലോചിച്ച് നോക്കി. ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണമെന്ന് നമ്മുടെ ആഗ്രഹം നല്ല ആഗ്രഹം, ഹലാലായ ആഗ്രഹമാണ്. നമ്മൾ അതിനൊരിക്കലും ഡിഗ്രേഡ് ചെയ്ത് പറയല്ല, അത് പഠിക്കല്ലേ, അൽഹംദുലില്ലാഹ്. പക്ഷേ
അതിന് കൊടുക്കേണ്ട ഒരു ഖദർ കൊടുത്ത് ബാക്കി ആർക്ക് കൊടുക്കണം? അള്ളാഹ്ക്ക് കൊടുക്കണം. നിങ്ങൾക്ക് എക്സാം ഉണ്ട്, ഖുർആനോത്തും നിസ്കാരവും നിർത്തിയിട്ട് പിന്നെ എക്സാമിനെ പഠിക്കണ്ട. ഖുർആനോത്തും നിസ്കാരവും നിങ്ങൾ ചെയ്യുന്ന മുറ പോലെ ചെയ്യുകയും ഒരല്പം കൂടുതൽ ചെയ്യുകയും ചെയ്ത് നിങ്ങൾ പഠിച്ചു നോക്കണം. അപ്പോഴാണ് നിങ്ങൾ അള്ളാഹുവിന് വില കൊടുത്തത്. അല്ലെങ്കിൽ പേടിച്ചത് എക്സാമിനെയാണ്. ഈ എക്സാമും ഇതിന് ചോദ്യം ഉണ്ടാക്കുന്ന ആളും ആ ചോദ്യ പേപ്പറിന് ഉത്തരം എഴുതാൻ നിങ്ങൾ പേന കൊണ്ട് വെച്ചിരുന്നാൽ നിങ്ങളുടെ ബ്രെയിൻ വർക്ക് ചെയ്യിപ്പിക്കേണ്ടത് ആരാണ്? അത് അള്ളാഹുവാണ്. അല്ലെങ്കിൽ അന്ന് നിങ്ങൾക്ക് രോഗം വരും, ആ കൊല്ലങ്ങൾ അധ്വാനിച്ചത് മുഴുവൻ ഫെയിലായി, പിന്നെ അനദർ എക്സാം സിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അന്ന് എന്തോ ഓർമ്മ പിശക് വന്നു, പേടിച്ചു പോയി, ആങ്സൈറ്റി വന്നു, സ്ട്രെസ്ഡായി, ഒക്കെ സംഭവിക്കൂലേ? ഇങ്ങനെ നിങ്ങളെ സഹായിക്കേണ്ടത് എൻ്റെ റബ്ബാണ്, എൻ്റെ അള്ളാഹുവാണ് എന്നിൽ ഇടപെടുന്നത് എന്ന് നമ്മുടെ സ്റ്റുഡൻസ് മനസ്സിലാക്കണം, നമ്മുടെ മുതിർന്നവർ മനസ്സിലാക്കണം, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അളീം. അള്ളാഹുവിൻ്റെ വിഷയം വലുതാണ്, അള്ളാഹുവിൻ്റെ വിഷയം വലുതാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പിൽ അന്നത്തെ ഒരു ഗവർണർ വന്നിട്ട് ചോദിക്കുകയാണ്, അമീറുൽ മുഅ്മിനീൻ, ചില ആളുകൾ മുസ്ലിമീങ്ങളുടെ പൊതുസ്വത്തിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്, അവരിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ എനിക്ക് പേടിയാണ്, അവരോട് എനിക്ക് യുദ്ധം ചെയ്യേണ്ടി വരും, ഞാൻ അവരെ വാളുകൊണ്ട് എതിരിട്ടോട്ടെയോ എന്ന് ചോദിക്കുകയാണ്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്, മനുഷ്യരെ ശിക്ഷിക്കാൻ നിങ്ങൾ എൻ്റെ സമ്മതം ചോദിക്കുകയാണോ? അതസ്തഇദ്നുനി ഫി അദാബിൽ ബശർ, നാളെ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ ഞാൻ എന്താണ് അള്ളാഹുവിനോട് മറുപടി പറയാം? അപ്പം അദ്ദേഹം പറഞ്ഞു, അവരെ കിട്ടൂല, അവർ പറഞ്ഞാൽ കേൾക്കൂല, തിരിച്ചു തരണമെന്ന് പറഞ്ഞാൽ അവർ തരൂല. അപ്പം പറഞ്ഞു, അഖിം അലൈഹിമുൽ ബയ്യിന, നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ മോഷണം പോയതിൻ്റെ തെളിവ് അവർക്കെതിരെ സമർപ്പിക്കുക കോടതിയിൽ. കിട്ടുന്നില്ല. അവരോട് അള്ളാഹുവിൻ്റെ പേര് വെച്ച് സത്യം ചെയ്യാൻ വേണ്ടി പറയാം. അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്ത് പറയണം, ഞാൻ ചെയ്തിട്ടില്ല. എന്തുകൊണ്ട്? അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആൾ ഒരിക്കലും അള്ളാഹുവിൻ്റെ പേരിൽ സത്യം പറഞ്ഞുകൊണ്ട് കളിക്കൂല. അത് വലിയ കുറ്റകരമാണ്. വല്ലാഹി എന്നൊരു കാര്യം പറഞ്ഞൊരു വിഷയം ചെയ്യാതിരുന്നാൽ അതിൻ്റെ പ്രായശ്ചിത്തം 3 ദിവസം നോമ്പെടുക്കണമെന്ന ഒരൊറ്റ വാക്കാണ് നിങ്ങൾ പറയുന്നുള്ളൂ. പക്ഷെ 3 ദിവസം നോമ്പെടുത്താലാണ് ആ വാക്ക് നിങ്ങൾ പാലിക്കാതിരുന്നതിൻ്റെ പ്രായശ്ചിത്താവുള്ളൂ. കഫാറത്തിൻ്റെ ഒരു വശം അതാണ്, 3 ദിവസം നോമ്പെടുക്കണം. അടിമയെ മോചിപ്പിക്കണം, അതപ്പില്ല, പിന്നെ 3 ദിവസം നോമ്പെടുക്കണം. എന്തിന്? വല്ലാഹി ഞാൻ എന്ത് ചെയ്യൂല, ഇന്ന കാര്യം, ഒരു നല്ല കാര്യം പറയാൻ പാടുള്ളൂ. വല്ലാഹിൻ്റെ ഉമ്മാനോട് മുണ്ടില്ല, അങ്ങനെ പറയാൻ പാടില്ല. അത് ഖസമുൻ ഫിൽ മഅസിയ, തെറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്ന സത്യമാണ്. അതുപോലെ എന്ത് ചെയ്യണമെന്നറിയോ? ഈ 3 ദിവസം നോമ്പെടുത്തുകൊണ്ട് ആ സത്യത്തിൽ നിന്ന് പിന്മാറണം എന്നാണ്. അവിടെ സത്യം ചെയ്താൽ നോമ്പെടുക്കണം, അത് ബ്രേക്ക് ചെയ്യും വേണം. ഞാൻ പറഞ്ഞു, വല്ലാഹി ഇനി എല്ലാ തിങ്കളാഴ്ചയും ഞാൻ നോമ്പെടുക്കും, അല്ലെങ്കിൽ എല്ലാ വ്യാഴാഴ്ചയും നോമ്പെടുക്കും, വല്ലാഹി അള്ളാഹിനെ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞു. നിങ്ങളത് ചെയ്തില്ല. അസുഖം കൊണ്ടൊന്നുമല്ല, ഇപ്പോൾ അന്നത്തെ ആവേശത്തിൽ ഞാൻ ഉസ്താദൊക്കെ ഇവിടെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാ, ഇപ്പം എനിക്ക് വയ്യ. ആ പ്രായശ്ചിത്തം 3 ദിവസം നോമ്പെടുക്കേണ്ടി വരും. ഓരോ നോമ്പിനും 3 ദിവസം പ്രായശ്ചിത്തം എടുക്കേണ്ടി വരും. അള്ളാഹിൻ്റെ പേര് കൊണ്ട് കളിക്കരുത് എന്നതിനർത്ഥം. അള്ളാഹുവിൻ്റെ ഇസ്മ കൊണ്ട്, അള്ളാഹു ആരാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, അത് പഠിപ്പിക്കാൻ തന്നെ ഈ പ്രായശ്ചിത്തം വെച്ചത്. അള്ളാഹുവിൻ്റെ ഇസ്മ കൊണ്ട് നിങ്ങൾ കളിക്കാൻ പാടില്ല. യാ അള്ളാഹ്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇവർക്കെതിരെ തെളിവ് സമർപ്പിക്കാൻ. തെളിവില്ലേ? അള്ളാഹുവിൻ്റെ ഇസ്മിൽ അവരെ നിങ്ങൾ എന്ത് ചെയ്യണം? സത്യം ചെയ്യിക്കണം. അത് അവർ ചെയ്തു കഴിഞ്ഞാൽ ഫഅതുലിഖ് സറാഹഹും, നിങ്ങൾ അവരെ വിട്ടേക്കണം. പിന്നെ അവരും പടച്ചവനാണത്. അവർ പറഞ്ഞു, വല്ലാഹി ഞങ്ങൾ എടുത്തിട്ടില്ല. നിങ്ങൾക്ക് തെളിവുണ്ടോ? തെളിവില്ല അവർക്കെതിരെ. എന്നാൽ പിന്നെ അവരെ വിട്ടേക്കണം. എന്നിട്ട് പറഞ്ഞു, നാളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർ ചെയ്ത ഈ ഒരു വഞ്ചനയുമായി റബ്ബിൻ്റെ മുമ്പിലേക്ക് വരലാണ് അവരുടെ ചോരയുമായി ഞാൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അതാണ്. ഞാൻ അവരെങ്ങാനും കൊല്ലണമെന്ന് പറയുകയോ വാളെടുത്തവരെ വെട്ടിക്കോളൂ എന്ന് പറയുകയോ ചെയ്ത് നിങ്ങൾ ആ സമ്പത്ത് തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ ആ ചോരയുമായി നാളെ അള്ളാഹിൻ്റെ മുമ്പിൽ വിധി പറയാൻ അവർ വരുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് അള്ളാഹിൻ്റെ പേര് പറഞ്ഞ് നുണ പറഞ്ഞ് അവരല്ലാഹിൻ്റെ മുമ്പിലേക്ക് വരട്ടെ, എനിക്ക് അതിലിടപെടേണ്ടതില്ലല്ലോ. അങ്ങനെയാണ്. സയ്യിദുനാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, അബൂ ദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയാൻ, സ്വഹീഹായ ഹദീസ് ഫീമാ യർവി അനില്ലാഹി തബാറക വതആല, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഖുദ്സിയായ ഹദീസ്, അന്നഹു ഖാൽ,
അല്ലാഹു തആല പറയാൻ. ഇത് നബി തങ്ങൾക്ക് അല്ലാഹു അറിയിച്ചു കൊടുക്കുന്നു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് അറിയിച്ചു തരുന്നു. യാ ഇബാദി, എൻ്റെ അടിമകളെ, ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി വജഅൽതുഹു ബൈനകും മുഹറമൻ ഫലാ തളാലമു. അനീതി ഞാൻ ചെയ്യൂല. അള്ളാഹു പറയാം, എനിക്കത് ഹറാമാണ്. അള്ളാഹുവിനെ നിഷിദ്ധമാക്കി. ഒരാളെയും അള്ളാഹു അനീതിയോടുകൂടെ അള്ളാഹു ആരോടും പെരുമാറൂല. അതുകൊണ്ട് ഫലാ തളാലമു, നിങ്ങളാരും ആരോടും അനീതി ചെയ്യരുതേ. ഫലാ തളാലമു. യാ ഇബാദി കുല്ലുക്കും ളാല്ലുൻ ഇല്ലാ മൻ ഹദൈതു, നിങ്ങളെല്ലാവരും വഴിപിഴച്ചു പോകും, ഞാൻ ഹിദായത്ത് തരുന്നവരൊഴികെ. ഫസ്തഹ്ദൂനി അഹ്ദിക്കും, നിങ്ങൾ എന്നോട് ഹിദായത്തിനെ ചോദിക്കണേ, അഹ്ദിക്കും, ഞാൻ നിങ്ങൾക്ക് ഹിദായത്ത് തരും. അള്ളാഹു നമുക്ക് ഹിദായത്ത് നടത്തി തരട്ടെ. ഇബാദി, എൻ്റെ അടിമകളെ, കുല്ലുക്കും ജായിഉൻ ഇല്ലാ മൻ അത്അംതുഹു, ഞാൻ ഭക്ഷണം കൊടുക്കുന്ന ആളുകൾക്കല്ലാതെ ഇവിടെ ഭക്ഷണം കിട്ടൂല. അതുകൊണ്ട് നിങ്ങളൊക്കെ വിശന്നവരാണ്, നിങ്ങളൊക്കെ വിശക്കും. ഞാൻ ഭക്ഷണം തരുന്നവർക്കേ അവർക്ക് വിശപ്പ് മാറൂ. ഫസ്തതുഇമൂനി ഉത്ഇമുക്കും, അള്ളാഹു ഞങ്ങൾക്ക് റിസ്ഖ് താ എന്ന് റബ്ബിനോട് ചോദിക്കും. അത് സ്വാലിഹീങ്ങളായ മുഅ്മിനീങ്ങളായ മനുഷ്യൻ്റെ കയ്യിലൂടെ അള്ളാഹു നിങ്ങളിലേക്ക് എത്തിക്കും. അത് എത്തിക്കുന്നത് ആരാണ്? അള്ളാഹുവാണ്. അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകളെ, അള്ളാഹ് തിരഞ്ഞെടുക്കുന്ന ആളുകളുടെ കൈകളിലൂടെ അള്ളാഹു നിങ്ങളുടെ റിസ്ക് നിങ്ങൾ കൊണ്ടുവന്ന് തരും. അത് അള്ളാഹു ചെയ്യുന്ന പണിയാണ്. കുല്ലുക്കും ആരിൻ ഇല്ലാ മൻ കസൗതുഹു ഫസ്തക്സൂനി, വസ്ത്രം വാങ്ങിക്കാൻ കഴിയാത്ത അവസ്ഥ വരും നിങ്ങളൊക്കെ നാണം മറക്കാതെ ബുദ്ധിമുട്ടും. ഞാൻ വസ്ത്രം തരുന്നവർക്കേ നാണം മറക്കാൻ പറ്റിയതുകൊണ്ട് വസ്ത്രം എന്നോട് ചോദിച്ചോളൂ. അല്ലാഹു തആല ഫസ്തക്സൂനി അക്സുക്കും, നിങ്ങൾക്ക് ഞാൻ വസ്ത്രം തരാം. യാ ഇബാദി ഇന്നകും തുഖ്തിഊന ബില്ലൈലി വന്നഹാർ, ജനങ്ങളെ, നിങ്ങൾ പകലിലും രാത്രിയിലും അള്ളാഹുവിനെ തെറ്റ് ചെയ്യുന്നുണ്ട്, എനിക്കറിയാം. അല്ലാഹു പറയാം, രാത്രി തെറ്റ് ചെയ്യുന്നവരുണ്ട്, പകൽ തെറ്റ് ചെയ്യുന്നവരുണ്ട്. വഅന അഗ്ഫിറു ദുനൂബ ജമീഅ, എല്ലാ തെറ്റുകളും ഞാനാണ് പുറത്തു തരുന്നത്. ഫസ്തഗ്ഫിറൂനി അഗ്ഫിർ ലക്കും, നിങ്ങൾ എന്നോട് മാപ്പ് ചോദിക്കണം, നിങ്ങൾക്ക് ഞാൻ പുറത്തു തരാം. അള്ളാഹു പുറത്തു തന്നാൽ പിന്നെ മനുഷ്യനെ പോലെയല്ല, അത് പിന്നെ ഓർത്തു വെച്ച് അല്ലെങ്കിൽ എടുത്തു പറഞ്ഞ മനുഷ്യനെ ബുദ്ധിമുട്ടാക്കൂല. റബ്ബ് തആല തൗബ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ തെറ്റ് നിങ്ങൾ ചെയ്യാത്ത പോലെയാണ്, ബ്ലാങ്കാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ രീതി അതാണ്. മറ്റേത് ഫയലിൽ എടുത്ത് വെച്ചിട്ടുണ്ടാവും, നിങ്ങൾ മുമ്പ് ചെയ്ത മിസ്റ്റേക്ക് ഫയലിൽ കാണും. അള്ളാഹു അതുപോലും ചെയ്യൂല, മായ്ച്ചു കളയും. وأنا أغفر الذنوب جميعا إنكم لن تبلغوا ضري فتضروني. മനുഷ്യരെ, യാ ഇബാദി, ഇത് മുസ്ലിമും അമുസ്ലിമും എല്ലാവരെയും അള്ളാഹു വിളിക്കുകയാണ്. നിങ്ങളാർക്കും എന്നെ ഉപദ്രവിക്കാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ പേര് വിളിച്ച് അള്ളാഹുവിനെ കുറെ കളിയാക്കിയെന്ന് വിചാരിക്കുക. അള്ളാഹു അങ്ങനെ നിങ്ങളെ കൊന്നും എന്നെ ഉപദ്രവിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. വലൻ തദുറൂനി വലൻ തബ്ലുഗൂ നഫ്ഈ ഫതൻഫഊനി, നിങ്ങളെല്ലാവരും ചേർന്ന് എനിക്ക് ഉപകാരം ചെയ്യാൻ നിൽക്കണ്ട, നിങ്ങൾക്ക് ആർക്കും എനിക്ക് ഉപകാരം ചെയ്തു തരാനും കഴിയില്ല. എന്നിട്ട് പറയുന്നു, യാ ഇബാദി, എൻ്റെ അടിമകളെ, ലൗ അന്ന അവ്വലക്കും വആഖിറക്കും വഇൻസക്കും വജിന്നക്കും, നിങ്ങളിലെ ആണുങ്ങളും പെണ്ണുങ്ങളും മുൻകഴിഞ്ഞവരും പിൻകഴിഞ്ഞവരും മനുഷ്യരും ജിന്നുകളും എല്ലാം ഖാനു അല അത്ഖാ ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും, നിങ്ങളിലെ ഏറ്റവും നല്ല മനുഷ്യൻ്റെ മനസ്സുള്ള മനുഷ്യൻ്റെ ഹൃദയം പോലെ നിങ്ങളെല്ലാവരും നന്നായി എന്നിരിക്കട്ടെ. മാ സാദ ദാലിക ഫീ മുൽക്കി ഷൈഅ, എൻ്റെ അധികാരത്തിൽ ഒന്നും അത് വർദ്ധിപ്പിക്കുന്നില്ല. അള്ളാഹിൻ്റെ ഗ്രേഡ് കൂടി, അള്ളാഹിൻ്റെ പവർ കൂടി, അങ്ങനെയൊന്നുമില്ല. എന്നുവെച്ചാൽ വോട്ട് കുറഞ്ഞ പ്രശ്നമാണ്, വോട്ട് കൂടിയാൽ അത് അഭിമാനമാണ്. അള്ളാഹു ഇതൊന്നും ബാധിക്കണില്ല. നിങ്ങളൊക്കെ നന്നായി എന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് നല്ലതാണ്. നിങ്ങളൊക്കെ മോശമായി എന്ന് വിചാരിക്കുക. നോക്കൂ, അല്ലാഹു തആല പറയുന്നത്, വലൗ അന്ന അവ്വലക്കും വആഖിറക്കും, നിങ്ങൾ ആദ്യം കഴിഞ്ഞവരും ഇനി വരാനിരിക്കുന്നവരും, വഇൻസക്കും വജിന്നക്കും, നിങ്ങളിലെ മനുഷ്യരും ജിന്നുകളും, ഖാനു അല അഫ്ജരി ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും, നിങ്ങളുടെ ഭൂമിയിൽ ജീവിച്ച ഏറ്റവും വലിയൊരു ഗുണ്ടയുടെ, ഏറ്റവും വലിയ തെമ്മാടിയായ മനുഷ്യൻ്റെ ഹൃദയം പോലെ അള്ളാഹിനെ തെറി പറയുന്നവരായി, പടച്ചവൻ അനുസരിക്കാത്തവരായി നിങ്ങളെല്ലാവരും മാറി എന്നിരിക്കട്ടെ. മാ നഖസ ദാലിക മിൻ മുൽക്കി ഷൈആ, എൻ്റെ അധികാരത്തിൽ നിന്ന് ഒന്നുമേ കുറഞ്ഞു പോകുന്നില്ല. നിങ്ങളൊക്കെ ജീവിച്ചൂടെ മരിച്ചു പോകും. നിങ്ങളുടെ മുമ്പ് ഒരുപാട് ആളുകൾ വന്ന് മരിച്ചുപോയി, നിങ്ങളുടെ ടൈമും കഴിയും, പുതിയ ആളുകളുടെ വരും. അള്ളാഹ്ക്ക് തന്നൊരു ഉപദ്രവം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല.
യാ ഇബാദി, അടിമകളെ, ലൗ അന്ന അവലക്കും വ ആഖിറക്കും വ ഇൻസക്കും വ ജിന്നക്കും, നിങ്ങളിൽ മുൻകഴിഞ്ഞവരും ഇനി വരാനിരിക്കുന്നവരും മനുഷ്യരും ജിന്നുകളും എല്ലാവരും ഒരുമിച്ചുകൂടി ഖാമൂ ഫീ സഈദിൻ വാഹിദിൻ, ഒരു മരുഭൂമിയിൽ എല്ലാവരും ഒത്തുനിൽക്കുകയാണ്. ജിന്നുകളുണ്ട്, അവിടെ മനുഷ്യരുണ്ട്. ഫസഅലൂനി, നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നിങ്ങൾ എന്നോട് ചോദിച്ചു എന്നിരിക്കട്ടെ. ഫഅതൈതു കുല്ല ഇൻസാനിൻ മസ്അലതഹു, ചോദിച്ചത് മുഴുവൻ ഞാൻ കൊടുത്തു ഓരോരുത്തർക്കും. അങ്ങനെ ഓഫർ കിട്ടിയ എന്തൊക്കെ ചോദ്യമായിരിക്കും ചോദിക്കുക, എല്ലാം ഞാൻ നിങ്ങൾക്ക് തന്നു. മാ നഖസ ദാലിക മിമ്മാ ഇൻദി ഇല്ലാ കമാ യൻഖുസുൽ മിഖ്യതു ഇദാ ഉദ്ഖിലൽ ബഹർ, നിങ്ങൾക്ക് മുഴുവൻ മനുഷ്യർക്കും ജിന്നുകൾക്കും ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചുപോയവർക്കും ഇനി വരാനിരിക്കുന്നവർക്കും എല്ലാം ഞാൻ തന്നു എന്ന് വിചാരിക്കുക. സമുദ്രത്തിൽ നിന്ന് ഒരു സൂചി നിങ്ങൾ സമുദ്രവെള്ളത്തിൽ മുക്കിയെടുത്താൽ ആ സൂചിയുടെ ദ്വാരത്തിൽ എന്താണ് ബാക്കിയുണ്ടാവുക? ഒരു ഡ്രോപ്പ് പോലും ബാക്കി ഉണ്ടാവില്ല, കാരണം സൂചി ഓട്ടയല്ലേ, അത് ഉച്ചിപ്പോവും. അതുപോലെ നിങ്ങൾ ചിന്തിച്ചാൽ മതി. എൻ്റെ ഖജനാവിൽ നിന്ന് ഒന്നുമേ അതിന് ചുരുക്കാൻ കഴിയില്ല, അത് പിന്നും നിറഞ്ഞു കിടക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, യാ ഇബാദി ഇന്നമാ ഹിയ അഅമാലുക്കും ഉഹ്സിഹാ ലക്കും, ജനങ്ങളെ നിങ്ങളുടെ കർമ്മങ്ങൾ ഞാൻ നോക്കുകയാണ്. ഉഹ്സിഹാ ലക്കും, അത് നിങ്ങൾക്ക് ഞാൻ കൃത്യമായി വരച്ച് കാണിച്ചു തരും. ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്തത്, ഇതൊക്കെ നിങ്ങളുടെ നന്മകളാണ്, ഇത് നിങ്ങൾ ചെയ്ത തിന്മകളാണ്, ഞാൻ അരുതെന്ന് പറഞ്ഞത് ചെയ്തതാണ്. ഇങ്ങനെ നന്മയും തിന്മയും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. സുമ്മ വഫീകും ഇയ്യാഹാ, ആ അമലിൻ്റെ റെക്കോർഡുകൾ അള്ളാഹു പറയാണ് നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കി തരും. ഫുൾ ഫയൽ, അതിലൊന്നും മിസ്സിങ് ഉണ്ടാവില്ല, എല്ലാം കറക്റ്റാണ്. പ്രായപൂർത്തിയായ ഇടം മുതൽ അള്ളാഹുവിനോട് തൗബ ചെയ്ത വിഷയങ്ങൾ അതിൽ ഉണ്ടാവില്ല കേട്ടോ. തൗബ ചെയ്യാതെ പോയ തെറ്റുകൾ മുഴുവൻ അതിൽ കാണിക്കും. എന്നിട്ട് അള്ളാഹു തആല പറയുന്നു, ഫമൻ വജദ ഖൈറൻ ഫൽയഹ്മദില്ലാഹ്, ആ റെക്കോർഡിൽ നിങ്ങൾ നന്മയാണ് കാണുന്നതെങ്കിൽ അതിന് അള്ളാഹുവിനോട് നന്ദി പറഞ്ഞോളൂ. വമൻ വജദ ഗൈറ ദാലിക് ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹു, അതിൽ കാണുന്നത് തെറ്റുകളാണ്, നിങ്ങൾ അള്ളാഹുവിനോട് തൗബ ചെയ്യാതെ പോയ തെറ്റുകളാണ്. നന്മ കാണുന്നില്ല, നന്മ വളരെ കുറവ്, തിന്മയാണ് കൂടുതൽ. ഇത് കാണുകയാണെങ്കിൽ നിങ്ങൾ ആരെയും ആക്ഷേപിക്കേണ്ട, നിങ്ങൾ നിങ്ങളെ തന്നെ ആക്ഷേപിച്ചാൽ മതി. ഫലാ യലൂമന്ന ഇല്ലാ നഫ്സ, ഇത് വല്ലാത്തൊരു വാക്കാണ്. സ്വഹീഹ് മുസ്ലിമിലെ വളരെ ഗൗരവമുള്ള ഹദീഥാണിത്. അള്ളാഹുവിൻ്റെ മഹത്വം മനസ്സിലാക്കി തരുന്ന ഹദീഥാണ്. അള്ളാഹു അങ്ങനെയാണ്, സുബ്ഹാന ജല്ല ജലാലു. അവൻ റഹീമാണ്, അള്ളാഹു കാരുണ്യവാനാണ്, വലിയ റഹ്മത്തിൻ്റെ ആളാണ്. അതോടൊപ്പം അള്ളാഹു ഷദീദുൽ ഇഖാബ്, അള്ളാഹു ശിക്ഷിക്കുന്നവനുമാണ്. റബ്ബ് തആല അള്ളാഹുവിനെ മനസ്സിലാക്കി ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിൻ്റെ മഹത്വം അറിഞ്ഞ് ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആയത്തുൽ കുർസി അത് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. അള്ളാഹുവിൻ്റെ അദീം എന്ന സിഫത്ത് വിവരിച്ച ആയത്താണത്, ആയത്തുൽ കുർസി. ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അദീം. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി ഭാഗം കുറച്ച് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ട് നമുക്ക് മറ്റൊരു ഇസ്മിലേക്ക് കടക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ ദുആ വസിയത്തുകളിൽ ഒരുപാട് ആളുകൾ പായസം ഇവിടെ നിന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെ ഒരാൾക്ക് വേണ്ടി ബുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ നവാസ്ക പറയാതെ കുറേ ദിവസത്തേക്ക് ആയല്ലോ. മാഷാ അല്ലാഹ്, അള്ളാഹു എല്ലാവരുടെയും നിയ്യത്ത് സാധ്യമാക്കി കൊടുക്കട്ടെ. മനസ്സിലാക്കുക, നമ്മൾ ചെയ്യുന്ന സ്വതക്കയാണിത്. ചെയ്തരേണ്ടത് ആരാ? അള്ളാഹുവാണ് ചെയ്തത്. കുറേ ആളുകൾ നിയ്യത്ത് ചെയ്തു, ഒരുപാട് ആളുകളുടെ കാര്യങ്ങൾ നടത്തിയത് ആരാണ്? അള്ളാഹു ജല്ല ജലാൽ. ഈ സദസ്സതിനും സബബാണ്, അതിൻ്റെ കാരണമാണ്. ഇവിടെ ഇരിക്കുന്ന മലായിക്കത്തുൽ കിറാം, നിങ്ങളെ സ്നേഹം കൊണ്ട് റഹ്മത്ത് കൊണ്ട് പൊതിയുന്ന മലക്കുകൾ ആമീൻ പറയും. അപ്പോൾ ആ ആമീൻ്റെ ഉത്തരം അള്ളാഹു നേരെ ഫയൽ സ്വീകരിക്കും. VIP ആമീൻ പറയണത്, അപ്പോൾ അള്ളാഹു പാസ്സാക്കി കൊടുക്കും. പോട്ടെ, അള്ളാഹു നമ്മുടെ ദുആക്ക് ഉത്തരം നൽകട്ടെ. ആമീൻ. ഒരുപാട് ആളുകൾ ദുആ വസിയത്തുണ്ട്. നമ്മുടെ മക്കളുടെ വിഷയത്തിൽ, കുട്ടികളുടെ വിഷയത്തിൽ, കുടുംബ വിഷയത്തിൽ, കടങ്ങളിൽ, കച്ചവടങ്ങളിൽ ഒക്കെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അള്ളാഹുവിനോട് റബ്ബ് തആലയോട് ഇടപെടാൻ വേണ്ടി പറയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വിഷയങ്ങളിൽ ഇടപെട്ട് അള്ളാഹു പരിഹാരം കാണിച്ചു തരട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയല്ലേ, വിഷമം വന്നാൽ ഹസബ ഇദാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഹസബഹു അംറുൻ ഫസിഅ ഇല സ്വലാ, വേഗം അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് നിൽക്കും, നിസ്കരിക്കും, 2 റക്അത്ത് നിസ്കരിക്കും. സങ്കടം പോകാനുള്ള ദുആ നബി നിങ്ങൾ പഠിപ്പിച്ചെന്ന് ദുആ ഇറക്കുക, ദുആഉൽ കർബ് ദുആ ഇറക്കുക. പിന്നെ അല്ലാഹുമ്മ ഇന്നി അബ്ദുക ഇബ്നു അബ്ദിക ഇബ്നു അമതിക നാസിയതി ബിയദിക മാദിൻ ഫിയ ഹുക്മുക അദ്ലുൻ ഫിയ ഖളാഉക. ദുആറിലെ അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക.
അത്ഭുതകരമായ ദുആയാണ്. മനസ്സിൻ്റെ ടെൻഷൻ അപ്പാടെ അള്ളാഹു നീക്കിത്തരുന്ന ദുആയാണ്. ആ ദുആയെ സംബന്ധിച്ച് നബി തങ്ങൾ പറഞ്ഞത്, ഒരാൾക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ ആ ടെൻഷൻ അള്ളാഹു നീക്കിത്തരുകയും ആ സ്ഥാനത്ത് അള്ളാഹു സന്തോഷം നൽകുകയും ചെയ്യുന്നു. اللهم إني أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن العظيم ربيع قلبي ونور صدري وجلاء حزني وذهاب همي. ഇതാണ് ദുആഉൽ കർബ്. പിന്നെ ഈ ദുആക്ക് നമ്മുടെ അഡ്മിന്മാരൊക്കെ അത് പോസ്റ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് തപ്പിയാൽ കിട്ടും ചെയ്യും. ദുആ ചെയ്യാം, അള്ളാഹുവിനെ ഏൽപ്പിക്കുക. നമ്മുടെ മക്കളൊക്കെ സ്വാലിഹീങ്ങളായി വരാൻ വേണ്ടിക്ക് അള്ളാഹുവിനെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ. നമ്മുടെ ആജിക്ക നമ്മുടെ ഇസ്ലാമിക് സെൻറ്ററിൻ്റെ ഈ സേവന രംഗത്ത് 55 കൊല്ലമായി ബാബാജിക്ക പറയായിരുന്നു. ഇന്നലെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ 5 കൊല്ലം നിന്നിട്ട് ഗൾഫിൽ നിന്ന് പോകാൻ ഉദ്ദേശിച്ചതാണ്. ആ നൃത്തം 55 കൊല്ലമായി. മാഷാ അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ഒരു ഭാര്യയും പിന്നെ മക്കളൊക്കെ ഒരുമിച്ച് ഉംറക്ക് പോവാണ്. ഇൻഷാ അല്ലാഹ് 10-ാം തീയതി കഴിഞ്ഞ് 11-ാം തീയതിക്ക് ആയിരിക്കും അല്ലേ ആജിക്ക? ഇൻഷാ അള്ളാഹു യാത്ര എളുപ്പാക്കി കൊടുക്കട്ടെ. ദീർഘായുസ്സും ആഫിയത്തും സലാമത്തും അള്ളാഹു നൽകട്ടെ. ഒരു വൈഫിനൊക്കെ ആരോഗ്യ പ്രശ്നമുണ്ട്. ഒരുപാട് കാലം ക്ലാസ് വരും, മേലെ കയറാൻ കഴിയില്ല, അപ്പോൾ താഴെ ചെയറിലിരിക്കും. അള്ളാഹു അവർക്കൊക്കെ പരിപൂർണമായ ശിഫയും ആഫിയത്തും സലാമത്തും അള്ളാഹു നൽകട്ടെ. ബാവാജിക്കോടെ നമ്മളും വസിയത്ത് ചെയ്യണം. ഞങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി ദ്വാരക്കണം. ഇൻഷാ അല്ലാഹ് ഒരു ദുആ ചെയ്യും. പിന്നെ ഷാർജയിൽ ഞാൻ അറിയുന്ന ഒരു ഫാമിലി ഉണ്ട്. അവിടുത്തെ ഉമ്മ ഒരുപാട് വർഷങ്ങളായി വലിയ പ്രയാസത്തിലാണ്. അള്ളാഹു ആ ഉമ്മാക്ക് ശിഫ നൽകട്ടെ. വലിയൊരു ഉമ്മയാണ്, ഒരുപാട് ദാനം ചെയ്യുന്നൊരു ഉമ്മയാണ്. ആ ഉമ്മാക്ക് അള്ളാഹു ശിഫ നൽകട്ടെ. ആ ഉമ്മയുടെ മകൻ കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു വരുന്നൊരു അസുഖത്തിലാണ്. അള്ളാഹുവേ നീ കണ്ണിൻ്റെ കാഴ്ച അള്ളാഹുവേ നിൻ്റെ മഹദായ ഫضല് കൊണ്ട് അത്ഭുതകരമായി തിരിച്ചു കൊടുക്കണേ തമ്പുരാനെ. അവരുടെ മകൾ ശ്വാസ സംബന്ധമായ പ്രയാസങ്ങളുണ്ട്, വേറെയും ടെൻഷനൊക്കെ ഉണ്ട്. അള്ളാഹുവേ നീ അവർക്ക് ശിഫ നൽകണേ റബ്ബേ, ശിഫ നൽകണേ പടച്ചവനെ, ശിഫ നൽകണേ റബ്ബേ, ശിഫ നൽകണേ റബ്ബേ. അള്ളാഹു നമ്മൾ ഒരുപാട് രോഗികൾ ദുആ വസിയത്ത് ചെയ്തിട്ടുള്ളവർക്കൊക്കെ അള്ളാഹു ശിഫ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആ വസിയത്ത് മൊത്തത്തിൽ നമ്മുടെ മുഹമ്മദ് കുഞ്ഞി ഒന്ന് വായിക്കും. അത് കഴിഞ്ഞ് ദുആ ചെയ്ത് പിരിയാണ്. ചെറിയൊരു ടൈമിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണമെന്ന് നമ്മുടെ അഡ്മിൻ, നമ്മുടെ ഉസാമ അടക്കമുള്ള പാനൽ ഒരു നിർദ്ദേശം വെക്കുന്നുണ്ട്. 8 മണിക്ക് നമുക്ക് ക്ലാസ് തുടങ്ങണമെന്ന് ഇൻഷാ അല്ലാഹ്. കാരണം നാട്ടിലുള്ള ആളുകളാണ് കൂടുതൽ ലൈവിൽ വരാറുള്ളത്. അപ്പോൾ നമ്മൾ സമയം വൈകുമ്പോൾ നാട്ടിൽ ഒരുപാട് സമയം വൈകിയില്ലേ, ഇപ്പോൾ തന്നെ 12 മണി കഴിഞ്ഞു. അപ്പോൾ 8 മണിക്ക് തുടങ്ങിയാൽ ഇവിടെ നിസ്കാരത്തിൻ്റെ വിഷയം വരും. അത് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ജമാഅത്തായിട്ട് നിസ്കരിക്കേണ്ടി വരും. അങ്ങനെ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ നമുക്കൊരു 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ കുഞ്ഞ്? ഉസാമ 8 മണിയല്ലേ ഫൈനൽ? ഇൻഷാ അല്ലാഹ് ഏർക്ക് ഇംഗ്ലീഷ് തുടങ്ങാം ഇൻഷാ അല്ലാഹ്. പിന്നെ 8 മണിക്ക് മലയാളം. അങ്ങനെ നമ്മൾ ക്ലാസ് ടൈം ഒന്ന് ക്രമീകരിക്കുന്നുണ്ട്. പറ്റുന്ന ആളുകളൊക്കെ ആ സമയത്തേക്ക് എത്തുക. ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ എൻ്റെ വാട്സപ്പ് ഓഫാണ്. നിങ്ങൾ ഇത് വായിച്ചു ഇതിലുണ്ടോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോൾ ഉസ്താദ് പറഞ്ഞ പോലെ നമ്മളെ ക്ലാസ്സിലേക്ക് ആളെ കൂടുതൽ എത്തിക്കണം എന്നുള്ളത് നിങ്ങളുടെ ദൗത്യമായിട്ട് ഏറ്റെടുക്കണം. ഒരു നന്മയിലേക്ക് ആളെ ക്ഷണിക്കുക എന്നുള്ളതാണ്. ഉസ്താദിനും അത് പ്രഭാഷണത്തിന് നല്ലതാണ്, നമുക്കും വരുന്നവർക്ക് ഒരുപാട് ആൾക്കാർക്ക് നന്മ എത്തിക്കാനുള്ള ഒരു മാർഗം കൂടിയാണ്. അപ്പം ആരും പിന്നോട്ടാവരുത്. അൽഹംദുലില്ലാഹ് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ കൂടി വരുന്നുണ്ട്. നമ്മൾ റമദാൻ മാസത്തിൽ നിർത്തിയപ്പോൾ കുറഞ്ഞതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് 7:30 തന്നെ ഇംഗ്ലീഷ് ക്ലാസ് തുടങ്ങുന്നത്. അതിലേക്ക് ഒന്നുകൂടി നിങ്ങൾ മലയാളീസിനെ എത്തിച്ചിട്ട് അവർ കൂടി അതിൻ്റെ ഒരു ഫലം കിട്ടുന്ന രീതിയിലാക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ പായസം നൽകിയവർക്ക് പ്രത്യേകം ദുആ ചെയ്യാൻ, മരണപ്പെട്ട സുഹറ തളങ്കര എന്നിവരുടെ മഗ്ഫിറത്തിനായി ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. മരണപ്പെട്ട മാതാപിതാക്കളുടെ മഗ്ഫിറത്തിനായി ദുആ ചെയ്യാൻ, മകൻ്റെ വിസയുടെ തടസ്സങ്ങൾ നീങ്ങി കിട്ടാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. ഉമ്മാൻ്റെ ഖബർ ജീവിതം സന്തോഷത്തിലാവാൻ ദുആ ചെയ്യണം. ഒരു ജോലിക്ക് പറഞ്ഞിട്ടുണ്ട്, ഹൈറായ രീതിയിൽ അത് ശരിയായി കിട്ടാൻ വേണ്ടിയിട്ടും മറ്റു കാര്യങ്ങളൊക്കെ റാഹത്താകാൻ വേണ്ടി ദുആ ചെയ്യാൻ, കച്ചവടം ഹൈറായ രീതിയിലാവാൻ വേണ്ടി ദുആ ചെയ്യാൻ, സുഹൃത്തുക്കളോടൊപ്പം ഒരു ബിസിനസ് തുടങ്ങാനുള്ള ശ്രമത്തിലാണ്. പേപ്പർ വർക്കും മറ്റും എളുപ്പമാവാനും ഹൈറിനും ബർക്കത്തിനായി പ്രത്യേകം ദുആ ചെയ്യണം. ഓൺലൈനിലൂടെ ഒരുപാട് ആൾക്കാർ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കാൻ പ്രത്യേകം ദുആ ചെയ്യണം. പിന്നെ നമ്മുടെ വിസിറ്റ് വിസയിൽ വന്ന ജോലി അന്വേഷിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവരുടെയൊക്കെ ജോലി, അവർക്ക് ഹൈറായ ജോലി എളുപ്പത്തിൽ ശരിയാവാൻ വേണ്ടി, ഒരുപാട് ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെട്ടവരുണ്ട്, അവർക്കും ഹൈറായ ജോലി ശരിയാവാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. സഹസിലുള്ളവരെയും ദുആയിൽ ഉൾപ്പെടുത്തണം. ജസാക്കുമുല്ലാഹ് ഖൈർ. പിന്നെ ഉസ്താദ് പ്രത്യേകം പറയാൻ ഏൽപ്പിച്ച
സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ UAE 30ാം വാർഷിക മഹാസമ്മേളനം ഇൻഷാ അല്ലാഹ് മെയ് 6 ശനിയാഴ്ച 6 മണിക്ക് വുമൺസ് ഓഡിറ്റോറിയം അൽബറാഹ ദേര ദുബൈയിൽ നടക്കുന്നുണ്ട്. ഇവിടുന്ന് ബസ് ഒക്കെ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിലെല്ലാവരും ഇൻഷാ അല്ലാഹ് പങ്കെടുത്ത് പുണ്യം നേടുക. ബഹുമാനപ്പെട്ട നമ്മുടെ സംസ്ഥയുടെ മുതിർന്ന നേതാക്കൾ ജിഫ്രി മുത്തുക്കോയ തങ്ങളും ഒരുപാട് നേതാക്കളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അതിലൊക്കെ എല്ലാവരും ഇൻഷാ അല്ലാഹ് പ്രത്യേകം പങ്കെടുക്കുമെന്ന് അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്. അള്ളാഹു കബൂലാക്കട്ടെ. നമ്മുടെ പായസം നൽകിയ ഇത് പറഞ്ഞല്ലോ നവാസ് സാഹിബ്, നമ്മുടെ നീറ്റ് എക്സാമിന് വേണ്ടി നിയത്ത് ചെയ്തത് അള്ളാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യട്ടെ. നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ പല വിഷയങ്ങളിലും ദുആ വസിയത്തുണ്ട്. അവരുടെയൊക്കെ ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച വിഷയം സമസ്ത ജമിയത്തുൽ മുഅല്ലിമീൻ്റെ UAE 30ാം വാർഷികമാണ്. ഈ ശനിയാഴ്ച ദുബൈ ദേര അൽബറാഹ വിമൻസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നത്. ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയച്ചങ്ങൾ അവറുകളുണ്ട്, ബഹുമാനപ്പെട്ട സാദിഖ് അലി ഷിഹാബ് തങ്ങളുണ്ട്, ബഹാദ്ദീൻ ഉസ്താദുണ്ട്, പൂക്കോട്ടൂർ സാഹിബുണ്ട്, സലാം ബഖവി ഉസ്താദുണ്ട്. ഒരുപാട് പ്രമുഖർ സംബന്ധിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും സംബന്ധിക്കണം എന്ന് സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണ്. അതുപോലെ തന്നെ സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ പ്രവേശന പരീക്ഷ അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിലും അതുപോലെ തന്നെ ദുബൈ സുന്നി സെൻറ്ററിലും അതിൻ്റെ പരീക്ഷ നടക്കുന്നുണ്ട്. മെയ് 7 ഇൻഷാ അല്ലാഹ്. 10ാം ക്ലാസ് പാസ്സായ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമുള്ള കോഴ്സാണത്. സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിൽ ഇൻഷാ അല്ലാഹ് അതിലേക്ക് രക്ഷിതാക്കളെ വിവരമറിയിക്കുകയാണ്. അബുദാബി സുന്നി സെൻറ്ററിൻ്റെയും ദുബായ് സുന്നി സെൻറ്ററിൻ്റെയും കോൺടാക്റ്റ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഹാഷിർ എന്ന സുഹൃത്താണ് അബുദാബിയിൽ 05544333408. പിന്നെ 10ാം ക്ലാസ് പാസ്സായ മക്കളുണ്ടെങ്കിൽ അവർക്ക് ദീനി ഭൗതിക വിദ്യാഭ്യാസം നൽകുന്ന സംവിധാനമാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യമായ പിന്നെ അതിൻ്റെ നമ്പർ നോട്ട് ചെയ്ത് വെക്കുക. 055. നാളെയാണ് ക്ലാസ്സിലെ അല്ല, മെയ് 7 നാളെ ലാസ്റ്റാണ്. ഏതാണ്? നാളെയാണ് അതിൻ്റെ ഓൺലൈൻ അപ്ലിക്കേഷൻ്റെ ദിവസം. നാളെയാണ്. പിന്നെ മെയ് 7 പിറ്റേ ദിവസം, തൊട്ടടുത്ത ദിവസം അല്ലേ? 6 കഴിഞ്ഞ പിറ്റേന്നല്ലേ? സൺഡേ. നാളെ 5 അല്ലേ? ഓക്കെ. ഓൺലൈൻ പിന്നെ നമ്മൾ ആ നമ്പർ സൂക്ഷിച്ച് വെക്കുക. ദുബൈ സുന്നി സെൻറ്ററിലെ നമ്പർ 05626940063. ഒന്നുകൂടെ, സലാം റഹ്മാനി എന്ന സുഹൃത്താണ്. 0562694063. അബുദാബി സുന്നി സെൻറ്ററിൻ്റെ കീഴിൽ നടക്കുന്നത് ഹാഷിർ എന്ന നമ്മുടെ സുഹൃത്തിൻ്റെ നമ്പറാണ്. 05544333408. ഇൻഷാ അല്ലാഹ് അത് വേണമെങ്കിൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്തേക്കാം. ഇൻഷാ അല്ലാഹ്. ജസാക്കുമുല്ലാഹ് ഖൈർ. ഉമ്മയുടെ ഇൻഷാ അല്ലാഹ് അവരുടെ ദുആ വസിയത്ത് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞതാണ്. ഷാർജയിലുള്ളൊരു കുടുംബമാണ്. അവരുടെ ഉമ്മ നേരത്തെ പറഞ്ഞില്ല, അവരിപ്പോൾ ഞങ്ങളിവിടെ ഉംറ പോയ സമയത്ത് മദീനയിൽ വെച്ച് കണ്ടിരുന്നു. ഒരുപാട് വർഷങ്ങളായിട്ട് സാമ്പത്തികമായിട്ടൊക്കെ അല്ലാഹു വലിയ നിഅമത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ശാരീരികമായ സുഖങ്ങൾ ഒരുപാട് വർഷങ്ങളായിട്ട് പ്രയാസത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സലാമത്ത് നൽകട്ടെ. അവരുടെ മോള് അസുഖമുണ്ടായിരുന്നു, പല ചെറിയ അസുഖങ്ങളൊക്കെ ആയിട്ട് പ്രയാസത്തിലാണ്. അവർക്ക് അല്ലാഹു ശിഫ കൊടുക്കട്ടെ. അവരുടെ മകൻ കണ്ണിൻ്റെ കാഴ്ച, ഈ ഷുഗറുമായി ബന്ധപ്പെട്ടൊരു ബുദ്ധിമുട്ട് വന്നത്, ആ കാഴ്ച കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ട്. പരിപൂർണമായ ശിഫ അല്ലാഹു നൽകട്ടെ. ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ഈ ചെറുപ്രായത്തിലുള്ള മകന് ഇങ്ങനെ കാഴ്ചയുടെ കുറവ് വന്നപ്പോൾ വലിയ വിഷമത്തിലാണ് ഉമ്മയും വീട്ടുകാരൊക്കെ. അവരുടെ ഉപ്പയൊക്കെ വളരെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നൊരു മഹാവ്യക്തിത്വമാണ്. അള്ളാഹു അവർക്കൊക്കെ ഇസ്സത്തും ആഫിയത്തും സലാമത്തും അള്ളാഹു വർദ്ധിപ്പിക്കട്ടെ. അവർ ചെയ്ത ചില നിയ്യത്തുകളൊക്കെ ഉണ്ട്, അള്ളാഹു അത് പൂർത്തിയാക്കി കൊടുക്കട്ടെ. അവർ ചെയ്ത ദാനധർമ്മങ്ങളുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് റബ്ബ് തആല പരിപൂർണമായ ശിഫ നൽകട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. റഹ്മുർ-റഹീമായ ഞങ്ങളുടെ ഉടമസ്ഥനും യജമാനനും ഞങ്ങളുടെ സൃഷ്ടാവുമായ അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ തമ്പുരാനെ. ഹൃദയത്തിന് വരുന്ന കറകളെ നീ നീക്കി തരണമേ തമ്പുരാനെ. ഹൃദയത്തിന് നീ ഹിദായത്തിൻ്റെ വെളിച്ചം വർദ്ധിപ്പിക്കണമേ റഹ്മാനെ. ഇൽമിൻ്റെ മജ്ലിസുകളിൽ വന്നിരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണമേ അല്ലാഹു. അത് കാരണം ഞങ്ങൾക്ക് മനസ്സമാധാനം നൽകണേ റബ്ബേ. ഇൽമിൽ വർധനവ് നൽകണേ പടച്ചവനെ. നിൻ്റെ റഹ്മത്ത് കൊണ്ട് പൊതിയണേ പടച്ചവനെ. മലായിക്കത്തുൽ കിറാം പൊതിയുന്ന നിഅമത്ത് ഞങ്ങൾക്ക് നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ, വിദ്യാർത്ഥിനികളെ
എല്ലാവിധ ഷർറുകളും നീ കാത്തുകൊള്ളണമേ അല്ലാഹ്. അവരെ നീ ഏറ്റെടുക്കണമേ തമ്പുരാനെ. ഞങ്ങളുടെ ഈ ഉമ്മത്തിനെ നീ ഏറ്റെടുക്കണേ പടച്ചവനെ. ഈ ഉമ്മത്തിൻ്റെ ഖാദിമീങ്ങളും ഉലമാവും സദാത്യങ്ങളെയും ഉമറാക്കളെയും ദീനിൻ്റെ ഖാദിമീങ്ങളെയും നീ ഏറ്റെടുക്കണമേ തമ്പുരാനെ. അള്ളാഹു ഇസ്ലാമിക് സെൻറ്ററിൻ്റെ ഈ ഹാളിൽ ഒരുപാട് നല്ല മനുഷ്യന്മാർ കടന്നുപോയൊരു വേദിയാണ്. ഒരുപാട് നിൻ്റെ ദീനിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപിടി പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ട വേദിയാണ്. ഇതിനുവേണ്ടി കഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾ മരിച്ചു പോയിട്ടുണ്ട് റബ്ബേ. അവർക്കൊക്കെ നീ മഗ്ഫിറത്ത് ചെയ്യണമേ തമ്പുരാനെ. ജീവിച്ചിരിക്കുന്ന ആളുകൾ ബാബഹാജി സാഹിബ് അടക്കമുള്ള ഇതിൻ്റെ പ്രവർത്തകർ അവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും സലാമത്തും കൊടുക്കണമേ തമ്പുരാനെ. സെൻറ്ററിൻ്റെ ഭാരവാഹിത്വം അതിൻ്റെ പുതിയൊരു കമ്മിറ്റിയിലേക്ക് നീങ്ങുകയാണ്. അതിൻ്റെ ജനറൽ ബോഡി നടക്കാൻ പോവുകയാണ്. അള്ളാഹു എല്ലാം ഖൈറിലും സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുക്കണമേ തമ്പുരാനെ. ഇവിടുത്തെ സുന്നി സെൻറ്ററിൻ്റെയും KMCCയുടെയും ഒരുപാട് പ്രവർത്തകരും മുഹബ്ബീങ്ങളും ഖാദിമീങ്ങളും ഉണ്ട്. അള്ളാഹുവരൊക്കെ നീ നിൻ്റെ സംരക്ഷണത്തിലാക്കണമേ റഹ്മാനെ. റഹ്മാനെ, നിൻ്റെ അളമത്തും നിൻ്റെ മഹത്വവും നിൻ്റെ സൃഷ്ടികളിലൂടെ നിൻ്റെ സൃഷ്ടിപ്പിലൂടെ നീ തരുന്ന നിഅമത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഹൃദയവിശാലതയും തൗഫീഖും ഞങ്ങൾക്ക് നൽകണമേ അല്ലാഹ്. ഹൃദയത്തിന് നീ സംതൃപ്തി നൽകണമേ തമ്പുരാനെ. നിന്നെക്കൊണ്ട് തൃപ്തിപ്പെടുന്ന ഖൽബ് നൽകണേ റബ്ബേ. നീ ഇഷ്ടപ്പെടുന്ന മുഅ്മിനീങ്ങളായി ഞങ്ങളെ സ്വീകരിക്കണമേ റഹ്മാനെ. അള്ളാഹു പിശാചിൻ്റെ ദുർബോധനങ്ങൾ കയറാതെ ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ കാത്തു സൂക്ഷിക്കണമേ തമ്പുരാനെ. അള്ളാഹു ഞങ്ങളുടെ ചിന്തകളിലും അമലുകളിലും ഞങ്ങളുടെ നിയ്യത്തുകൾ ചോർന്നു പോകാതെ കാക്കണമേ റബ്ബേ. ഞങ്ങളുടെ ഉദ്ദേശങ്ങളെ നീ സഫലമാക്കി തരണമേ തമ്പുരാനെ. അള്ളാഹുവെ, നീയാണ് ഷാഫി, നീയാണ് കാഫി, നീയാണ് മുആഫി. അള്ളാഹു ഞങ്ങളുടെ രോഗികൾക്കെല്ലാം ശിഫ നൽകണമേ തമ്പുരാനെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് ഒരുപാട് രോഗികൾ റബ്ബേ നീ ശിഫ കൊടുക്കണമേ റഹ്മാനെ. കേസുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് റബ്ബേ. നീ അവരുടെ വിഷയങ്ങളിൽ ഹക്കും അതിൻ്റെ നീതിയും എങ്ങനെയാണോ അവർക്ക് ഹക്കായ രീതിയിൽ അതിന് വിജയം നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. കാരുണ്യവാനായ റബ്ബേ, ഒരുപാട് ആളുകൾ കടബാധിതയിൽ വിഷമത്തിലാണ് പടച്ചവനെ. അള്ളാഹു നീ സലാമത്ത് നൽകണമേ തമ്പുരാനെ. ഈ സദസ്സ് തന്നെ ഒരു സയ്യിദ് അവർ ഇരിക്കുന്നുണ്ട്. വീട് സംബന്ധമായ പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് അവർ നാട്ടിൽ നിന്ന് വന്നതാണ്. അള്ളാഹുവിൻ്റെ പ്രയാസങ്ങൾ നീ പരിഹരിക്കണമേ റബ്ബേ. അള്ളാഹു നീ പരിഹരിച്ചു കൊടുക്കണമേ തമ്പുരാനെ. വിചാരിക്കാത്ത മാർഗ്ഗത്തിലൂടെ ഹൈറായ രീതിയിൽ വിജയിപ്പിക്കണമേ തമ്പുരാനെ. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മുടെ ഇന്നത്തെ ക്ലാസ് നിങ്ങളുടെ സ്വതക്ക ആവശ്യമുണ്ട്. നമ്മളെല്ലാ മാസവും ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഒരു കമ്മിറ്റി ഇപ്പോൾ മാറാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് പ്രോഗ്രാം ആയിരിക്കും ഇന്നത്തേത്. അടുത്ത ആഴ്ച ക്ലാസ്സുണ്ട്. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ഒരു സ്വതക്ക അത് പോയോ? അതിൻ്റെ ലിസ്റ്റ് കൊടുത്തോ, കവർ കൊടുത്തോ? ഇൻഷാ അല്ലാഹ് നമുക്ക് വലിയ ഒരുപാട് റിക്വസ്റ്റുകൾ സെൻറ്ററിലേക്ക് വരുന്നുണ്ട്. അതിനൊക്കെയുള്ളൊരു നല്ല ഒരു ഹദിയ നിങ്ങൾ എന്ത് ചെയ്യണം, ആ കവറിൽ ഇട്ട് കൊടുക്കുക ഇൻഷാ അല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കട്ടെ. അള്ളാഹു ഞങ്ങൾ ചെയ്യുന്ന സ്വതക്കകൾ കാരണം ഞങ്ങളുടെ തെറ്റുകൾ നീ പൊറുക്കണമേ റഹ്മാനെ. അസ്വദഖത്തു റദ്ദുൽ ബലായ, തെറ്റുകളും അള്ളാഹുവെ ഞങ്ങളുടെ തെറ്റുകൾ പൊറുക്കാനും ബലാ മുസീബത്തുകൾ തട്ടി ദൂരത്താവാനും സ്വതക്ക കാരണമാണല്ലോ റബ്ബേ. അള്ളാഹുവെ നീ ഞങ്ങളുടെ ദാനധർമ്മങ്ങൾ കൊണ്ട് എല്ലാ മുസീബത്തുകളും തട്ടി ദൂരത്താക്കണമേ റഹ്മാനെ. കണ്ണേറും സിഹറും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട് റഹ്മാനെ. എന്നാലും നീയാണ് അതിൻ്റെയൊക്കെ ഷാഫി എന്ന് വിശ്വസിക്കുന്ന ഖൽബ് ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. അള്ളാഹു നിൻ്റെ സൃഷ്ടികളെ പടപ്പുകളെ പേടിക്കാതെ നിന്നെ ഭയപ്പെടുന്ന ഖൽബ് നൽകണമേ റഹ്മാനെ. എല്ലാ വസ്തുവിലും നിൻ്റെ ഇടപെടലുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ബോധം നൽകണമേ അല്ലാഹ്. നിൻ്റെ അളമത്ത് മനസ്സിലാക്കാൻ അള്ളാഹു ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ അല്ലാഹ്. അദീമായ മഹോന്നതനായ റബ്ബേ, നിൻ്റെ മഖാമ് ഭയപ്പെടുന്ന ആളുകൾക്ക് നീ 2 സ്വർഗ്ഗം നൽകുന്നുണ്ടല്ലോ അള്ളാഹു. ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നൽകണേ റബ്ബേ. ഞങ്ങളുടെ ഭാര്യ സന്തതികൾക്ക് നൽകണേ റബ്ബേ. ഞങ്ങളെ സ്നേഹിക്കുന്ന ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് ഒരുപാട് ആളുകളുണ്ട് റബ്ബേ. എല്ലാ മുഅ്മിനാത്തുകൾക്കും നൽകണേ റബ്ബേ. ഓൺലൈൻ പരിപാടി കേൾക്കുന്നവരും പിന്നീട് കേൾക്കുന്നവരും റഹ്മാൻ റഹീമേ, നിൻ്റെ ദീൻ അറിയാൻ വേണ്ടി അത്തരം വിഷയങ്ങൾ ഇടപെടുന്നവരും ഇതിനുവേണ്ടി ടെലികാസ്റ്റ് ചെയ്യുന്ന ഞങ്ങളുടെ അഡ്മിന്മാരടക്കമുള്ള എല്ലാവർക്കും അല്ലാഹു നീ നിൻ്റെ ഖൈർ നൽകണമേ തമ്പുരാനെ. റഹ്മാൻ റഹീമേ, സ്വർഗ്ഗലോകത്തെത്താനുള്ള ഭാഗ്യം അള്ളാഹു ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. നിൻ്റെ ലിഖാ കണ്ട് സന്തോഷിക്കുന്ന ഭാഗ്യം നൽകണേ അല്ലാഹ്. നിന്നെ കാണാൻ കൊതിക്കുന്ന ഖൽബ് നൽകണമേ റഹ്മാനെ. അള്ളാഹു മരണത്തിന് മുമ്പ് എല്ലാവിധ ഹജാത്തുകളും ഞങ്ങളുടെ ഹലാലായ മുറാദുകളും നീ ഹാസുലാക്കി തരണേ പടച്ചവനെ. അള്ളാഹു ഞങ്ങളുടെ മക്കൾക്ക് ഹിദായത്തും തൗഫീഖും ഉന്നത വിജയവും ദീനിൻ്റെ അറിവും നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അള്ളാഹുവിൽ ഉന്നത പരീക്ഷകൾക്ക് ഇരിക്കുന്നവർക്ക് വലിയ വിജയം നൽകണമേ തമ്പുരാനെ. ജോലി അന്വേഷിക്കുന്നവർക്ക് ഖൈറായ മഈശത്ത് കൊടുക്കണമേ റബ്ബേ. ഇവിടെയൊക്കെ ജോലി അന്വേഷിച്ചിരിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, പ്രായമുള്ളവരുണ്ട്. അള്ളാഹുവർക്ക് ഖൈറായ മഈശത്ത് റബ്ബേ ഈ സദസ്സിൻ്റെ ഫضل കൊണ്ട് നീ ഏർപ്പാടാക്കി കൊടുക്കണേ പടച്ചവനെ. നീ സാധ്യമാക്കി കൊടുക്കണമേ അല്ലാഹ്. അള്ളാഹു കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് കച്ചവടങ്ങൾ നഷ്ടത്തിലായതുണ്ട് റഹ്മാനെ. അതിനൊക്കെ അള്ളാഹു നീയല്ലാതെ മറ്റാരുമില്ല തമ്പുരാനെ റബ്ബേ. നിൻ്റെ സഹായം കൊണ്ട് അനുഗ്രഹിക്കണമേ റബ്ബേ. കടങ്ങൾ വിടാനുള്ള വഴി നീ എളുപ്പമാക്കണേ അല്ലാഹ്. اللهم إنا نعوذ بك من الهم والحزن ونعوذ بك من العجز والكسل ونعوذ بك من الجبن والبخل ونعوذ بك من غلبة الدين وقهر الرجال. വിവാഹ ആലോചനകൾ നടക്കുന്നവരുണ്ട് റബ്ബേ. ഖൈറായി വിവാഹം എളുപ്പത്തിലാക്കി കൊടുക്കണേ റബ്ബേ. ഗർഭിണികളായ മക്കളുള്ളവരുണ്ട്, പ്രസവിക്കാൻ എടുത്തവരുണ്ട് അല്ലാഹുവേ. അവർക്കൊക്കെ നീ സുഖപ്രസവവും ഖൈറായ മക്കളെയും
കൺകുളിർമയുള്ള മക്കളെയും നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അർഹമർറാഹിമായ റബ്ബേ, മാരകങ്ങളെന്ന് ഞങ്ങൾ പേടിക്കുന്ന അസുഖങ്ങൾപ്പെട്ടവരുണ്ട് അള്ളാഹുവേ, അവർക്കും ഞങ്ങൾക്കും നീ കാവൽ നൽകണമേ അള്ളാഹ്. ആ രോഗികൾക്ക് നീ പെട്ടെന്ന് ശിഫ കൊടുക്കണേ പടച്ചവനെ. ഒരുപാട് ആളുകൾ മരിച്ചുപോയല്ല, അവിടെ ഖബറുകളൊക്കെ നീ സ്വർഗ്ഗത്തോപ്പാക്കി പ്രകാശമുള്ളതാക്കി കണ്ണെത്താ ദൂരത്തേക്ക് വിശാലമാകുന്ന സുഗന്ധമുള്ള വീടായവരുടെ വീടിനെ നീ മാറ്റിക്കൊടുക്കണമേ അള്ളാഹ്. ആ ഖബറിൻ്റെ ഉള്ളിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ പേടിയില്ലാതെ എഴുന്നേൽക്കുന്ന മുഅ്മിനീങ്ങൾ പെടുത്തണമേ തമ്പുരാനെ. റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഒരുപാട് ആളുകൾ ഉംറക്ക് പോവാണ്, ബാബാ ഹാജിയും കുടുംബം അടക്കം ഒരുപാട് ആളുകൾ ഹജ്ജിന് നിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും അവിടെ യാത്രയും ഇബാദത്തും അവിടുത്തെ താമസവും തിരിച്ചു വരുന്നതും എല്ലാം റാഹത്തിലും ഖബൂലിയത്തിലുമാക്കി സന്തോഷത്തിലാക്കി കൊടുക്കണമേ അല്ലാഹ്. ബിജാഹി വഹഖി സയ്യിദിൽ കൗനൈനി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. وصلي على جميع الأنبياء والمرسلين والحمد لله رب العالمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. إن شاء الله അടുത്ത ക്ലാസ് 8 മണിക്ക് തുടങ്ങണേ, മലയാള ക്ലാസ്. മറ്റേത് 7:30 മണിക്കും എല്ലാവരും എത്തണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ജസാക്കുമുല്ലാഹ് ഖൈർ. ക്ലാസ്സിൻ്റെ കാര്യം സമയം മാറിപ്പോണ്ട, ഇശാന് മുമ്പ് തന്നെ തുടങ്ങുന്നതാണ് മലയാളം ക്ലാസ്. 7:30 ഇംഗ്ലീഷും 8 മണിക്ക്